യേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ബോധനയുടെ 6ാമത്തെ സെഷനാണ് ഇന്ന്. ഇതിനോട് 5 ബൈബിൾ സ്റ്റഡി, വളരെ ഹൃദ്യമായി, വളരെ ആഴമായ വേദപുസ്തക പഠനവും അതിൻ്റെ ചർച്ചകളും നമുക്ക് സംഘടിപ്പിക്കുവാനായിട്ട് സാധിച്ചു. നമുക്ക് ഇടയ്ക്ക് ഈ നോമ്പുകാലമായതുകൊണ്ട് അല്പം ഇടവേള വന്നു. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നമ്മൾ ബോധനയുടെ ഈ സെഷൻ ആരംഭിക്കുവാനായിട്ട് സാധിച്ചത്. എല്ലാവരെയും ഹൃദ്യമായി ഞാൻ ഈ സമയത്ത് സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രാരംഭ പ്രാർത്ഥനയ്ക്കായിട്ട് അഹമ്മദാബാദ് മർത്തോമ ഇടവകാംഗമായ ശ്രീ ജോൺ മാത്യു ഷിബുവിനെ ഈ സമയത്ത് ക്ഷണിക്കുന്നു. കരുണയും മനസ്സിലുമുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പരമപിതാവേ, മനോഹരമായ ദിവസത്തിന്റെ ഈ സന്ധ്യയെങ്കിൽ കർത്താവെ, പലയിടങ്ങളിൽ നിന്ന് വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാനായിട്ട് ഈ പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കിയ വൻകൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, പ്രത്യേകാല ബോധന ഈ സ്റ്റഡി പ്ലാറ്റ്ഫോമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചു തരുന്ന പ്രിയപ്പെട്ട സുനിലച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് വചനത്തിൽ നിന്ന് പഠിക്കുവാനായിട്ട് ക്രൂശിത ആത്മീയത എന്നുള്ള വിഷയത്തെ കുറിച്ച് ആഴമായിട്ട് പഠിക്കുവാനായിട്ട് ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നിരിക്കുന്ന അലക്സാണ്ടർ അച്ഛന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവകൃപ വ്യാപരിക്കണമേ കർത്താവെ. ആദിയോടെ അന്തം ദൈവകൃപയുടെ തണലിൽ ഞങ്ങളായിരിക്കാനും കുരിശിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആ വലിയ വിമോചനവും സ്വാതന്ത്ര്യവും ഞങ്ങൾ വ്യക്തികളായിട്ട് കുടുംബങ്ങളായിട്ട് ഞങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ അനുഭവിക്കുവാനും അത് മറ്റുള്ളവരോട് പറയുവാനുമുള്ള ധൈര്യവും ഞങ്ങൾക്ക് നീ തരണമേ കർത്താവെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ രക്ഷിക്കപ്പെടുവാൻ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ലല്ലോ കർത്താവെ. കർത്താവെ, ഈ പഠന പരമ്പര അനുഗ്രഹിക്കണമേ കർത്താവെ. അതിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ കർത്താവെ, അതിൻ്റെ ക്രമീകരണങ്ങളെല്ലാം അവിടുത്തെ കൃപ വ്യാപരിക്കണമേ. കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവെ, വരുവാനുള്ളവരെ എത്രയും പെട്ടെന്ന് ചേർത്ത് കൊള്ളണമേ കർത്താവെ. ഞങ്ങൾക്ക് ഇന്നത്തെ ഈ വൈകിട്ടത്തെ സെഷൻ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാൻ ദൈവമേ, അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ ദൈവമേ, പ്രിയപ്പെട്ട അച്ഛനിലൂടെ ഞങ്ങൾക്ക് കേൾക്കുവാനായിട്ട് വചനം വിഭാഗിക്കുന്നത് അത് ഞങ്ങൾക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് രൂപാന്തരപ്പെടുവാനായിട്ട് അവിടുന്ന് സഹായിക്കണമേ കർത്താവെ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്ന യേശു കർത്താവിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായിട്ട് പ്രാർത്ഥന കേട്ട് ഉത്തരം അരുളണമേ. ആമേൻ. ആമേൻ. പ്രിയപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ, ഇന്നത്തെ സെഷൻ നൽകുന്ന പ്രിയപ്പെട്ട അലക്സാണ്ടർ വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട അച്ഛന്മാരെ, ഈ ബോധനയുടെ ബൈബിൾ സ്റ്റഡി വളരെ ഗൗരവമായി എടുത്തുകൊണ്ട് ഇതിൽ പങ്കുചേരുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, ഈ സമയം നമുക്ക് വേറിട്ട് അല്പം മാറി നിന്ന് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിന്റെ സഹായത്തോടുകൂടി ദൈവവചനം ധ്യാനിക്കുന്നതിനും പഠിക്കുന്നതിനുള്ളൊരു അവസരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. കഴിഞ്ഞ 5 ബൈബിൾ സ്റ്റഡി സെഷനിലും വളരെ ഹൃദ്യമായി നമുക്ക് ദൈവവചനം നമുക്ക് നേതൃത്വം നൽകിയതിലൂടെ മനസ്സിലാക്കുവാനും കേൾക്കുവാനും ഒക്കെ സാധിച്ചു. ഈ 6ാമത്തെ സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ഈ സമയം വിനിയോഗിക്കുകയാണ്. ഇന്ന് നമുക്ക് ഈ സെഷൻ മോഡറേറ്ററായിട്ട് നമ്മെ സഹായിക്കുന്ന പ്രിയപ്പെട്ട രാജു അഞ്ചേരി അച്ഛനാണ്. അച്ഛനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അച്ഛൻ ഈ കാലങ്ങളിൽ വെബിനാറുകൾക്ക്, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലും ഒക്കെ വളരെ സംഗതമായി ഇടപെടുന്ന വ്യക്തിയാണ്. 1989 മുതൽ മർത്തോമ സഭയുടെ പട്ടണ ശുശ്രൂഷയിൽ അച്ഛൻ ആയിരിക്കുന്നു. അതിനു മുമ്പ് നമുക്കറിയാം, മാങ്ങാനം ക്രൈസ്തവ ആശ്രമമായി ബന്ധപ്പെട്ട് ദീർഘകാലം വളരെ അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. മാതൃഇടവക അഞ്ചേരി ക്രിസ്തോസ് മാർത്തോമ ഇടവകയാണ്. ഇപ്പോൾ അച്ഛൻ കോഴഞ്ചേരിയിൽ താമസിക്കുന്നു. പല ഇടവകളിൽ വികാരിയായി സേവനം അനുഷ്ഠിച്ചതോടൊപ്പം CSSന്റെ സെക്രട്ടറി, EJ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും AMM ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അധ്യാപകൻ, യുവജന സഖ്യത്തിന്റെ അസിസ്റ്റന്റ് സെക്രട്ടറി, കേന്ദ്ര വൈസ് പ്രസിഡന്റ്, മർത്തോമ സെമിനാരിയിലും മുളന്തുരുത്തി MSOT സെമിനാരിയിലും അധ്യാപകനായി അച്ഛൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ഒരു പുസ്തക രചയിതാവാണ്. അച്ഛൻ്റെ മർദ്ദിതരുടെ ദൈവം, മർദ്ദിതരുടെ ബോധനശാസ്ത്രം, ഉറൂബിന്റെ മനുഷ്യദർശനം തുടങ്ങിയ പുസ്തകങ്ങൾ അച്ഛൻ രചിച്ചിട്ടുണ്ട്. നല്ലൊരു പുസ്തക പരിഭാഷകൻ കൂടെയാണ് അച്ഛൻ. ഈ നാളുകളിൽ നമുക്കറിയാം, സഭയുടെയും സമൂഹത്തിൻ്റെയും ആയി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ വളരെ ശക്തമായ നിലപാടുകളോടുകൂടെ പ്രവർത്തിക്കുന്ന വ്യക്തി കൂടെയാണ്. അച്ഛനെ നമുക്ക് ലഭിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഞാനൊരു ഷോർട്ട് നോട്ടീസിലാണ്
അച്ഛനോട് ഇന്ന് മോഡറേറ്റർ ആയിട്ടിരിക്കാനായിട്ട് അച്ഛനോട് ഞാൻ റിക്വസ്റ്റ് ചെയ്തത്, അച്ഛന് തിരക്കുകളുടെ നടുവിൽ ഇന്ന് നോമ്പ് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് വളരെ വേഗത്തിൽ ഓടി വന്ന് നമ്മളോടൊപ്പം ആയിരിക്കുന്നു. പ്രിയപ്പെട്ട രാജു അഞ്ചേരി അച്ഛനെ ഇന്നത്തെ ഈ സെഷൻ നയിക്കുന്നതിന് വേണ്ടി മോഡറേറ്റർ ആയിട്ട് അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ബൈബിൾ സ്റ്റഡിക്ക് നേർ നൽകുന്ന പ്രിയപ്പെട്ട അലക്സാണ്ടർ വർഗീസ് അച്ഛനാണ്. അച്ഛനുമായിട്ട് ഞാൻ 1998 മുതലുള്ളൊരു ബന്ധം. അച്ഛനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഒരു വിദ്യാർത്ഥിയായിട്ട് ഇരിക്കുന്ന ഒരു കാലയളവിൽ മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസിൽ വെച്ചാണ്. അച്ഛനൊരു SCMന്റെ പ്രവർത്തകനായിട്ട് ആ കാലയളവിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു കാലയളവാണ്. അപ്പോൾ മാവേലിക്കര വെച്ച് നടന്ന മാർത്തോമ സ്റ്റുഡൻസ് കോൺഫറൻസിൽ ഒരു സംഘം ചെറുപ്പക്കാര് പാട്ടുകൾ പഠിപ്പിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. അതിൽ വളരെ അനുഗ്രഹീതമായി നേർ നൽകിയ വ്യക്തിയാണ് അലക്സാണ്ടർ വർഗീസ് അച്ഛൻ. അലക്സാണ്ടർ വർഗീസ് അച്ഛനെ അന്ന് മുതൽ അദ്ദേഹം ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന കാലം തൊട്ടേ എനിക്ക് പരിചയമുണ്ട്. ആ സ്നേഹബന്ധം ഈ നാളുകൾ നിലനിർത്താൻ കഴിയുന്നുണ്ട്. അച്ഛൻ്റെ സ്വദേശം മാരാമണ്ണാണ്. മാരാമൺ മർത്തോമ ഇടവകയാണ് അച്ഛൻ്റെ ഹോം പാരിഷ്. അച്ഛൻ 2000-ൽ മർത്തോമ സഭയുടെ പട്ടക്കാരനായി ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചു. വിവിധ ഇടവകളിൽ കൊക്കാത്തോട് എബനേസർ മാർത്തോമ ഇടവക മുതൽ ഇപ്പോൾ അച്ഛൻ മംഗലം മാർത്തോമ ഇടവകയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ്. അച്ഛൻ ഇതിനിടയിൽ കാസർഗോഡ് സ്റ്റുഡൻസ് ചാപ്ലിനായിട്ടും കൊക്കാത്തോട് ചിൽഡ്രൻസ് ഹോം ഡയറക്ടറായിട്ടും ഗാന്ധി നിലയ്ക്കൽ ഭദ്രാസന കൗൺസിൽ അംഗമായിട്ടും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അച്ഛൻ നല്ലൊരു ചിന്തകനാണ്, നന്നായിട്ട് പാട്ട് പാടാൻ കഴിവുള്ള ആളാണ്. എന്നാൽ അച്ഛന് എത്രമാത്രം അച്ഛൻ്റെ കഴിവുകൾ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. അച്ഛൻ ഇങ്ങനെ വളരെ ശാന്തമായി കർത്തന് പുറകിൽ മാത്രം നിൽക്കുന്ന ഒരാളാണ്. എന്നാൽ അച്ഛൻ്റെ ആഴമായ ദൈവ വേദപുസ്തക പഠന ചിന്തകളൊക്കെ പങ്കുവയ്ക്കാൻ കഴിവുള്ള ആളാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് അച്ഛനെ പലതവണ കോൺടാക്ട് ചെയ്തു. അച്ഛൻ ഇത് സമ്മതിച്ചു. സന്തോഷമുണ്ട്. ഇന്നത്തെ ഈ സെഷൻ ക്രൂസിഫോം സ്പിരിച്വാലിറ്റി എന്ന വിഷയത്തെ ആസ്പദമാക്കി ഇന്ന് വേദ പഠനത്തിന് അച്ഛൻ നേതൃത്വം നൽകുന്നതാണ്. അച്ഛനെ ഹൃദ്യമായി ബോധനയുടെ 6ാമത്തെ സെഷനിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. വ്യത്യസ്ത ഇടങ്ങളിൽ നിന്ന് ഈ ബോധനയുടെ സെഷനെ വളരെ ഗൗരവമായി കാണുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾ, ധാരാളം ആളുകൾ ഇല്ലെങ്കിലും വിരലുണ്ടാവുന്ന ആളുകൾ, ചുരുക്കം ആളുകൾ, വേദ പഠനത്തെ വളരെ ഗൗരവമായി കാണുന്ന ആളുകൾ, ഒരുപക്ഷെ ഇന്ന് സംബന്ധിക്കാൻ കഴിയാത്ത ആളുകൾ എനിക്കറിയാം. പലരും ജീവിതത്തിന്റെ തിരക്കുകളുടെ നടുവിലും ജോലി രംഗങ്ങളുടെ നടുവിലും ഒക്കെ ഒരുപക്ഷെ ഈ സമയത്ത് ഓടിയെത്താൻ കഴിയാത്ത ആളുകൾ പിന്നീട് ഇത് നമ്മൾ യൂട്യൂബിലൂടെ ഇത് സംപ്രേഷണം ചെയ്യുമ്പോൾ അത് കണ്ടിട്ട് വിളിക്കുന്ന ആളുകളുണ്ട്, നിർദ്ദേശങ്ങൾ നൽകുന്ന ആളുകളുണ്ട്. ഇത് കുറച്ചും കൂടെ നന്നായിട്ട് നടത്തുന്നതിനെ കുറിച്ചുള്ള നല്ല ആലോചനകൾ പറഞ്ഞു തരുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരുണ്ട്, പ്രിയപ്പെട്ട ലേമനുണ്ട്. അവരുടെയൊക്കെ ആ ഒരു പ്രതികരണം തീർച്ചയായും ഈ ബോധന ബൈബിൾ സ്റ്റഡി മുന്നോട്ട് നയിക്കുന്നതിന് പ്രേരക ശക്തിയായിട്ട് നിൽക്കുന്ന ഒരു ഘടകം കൂടെയാണ്. അതുകൊണ്ട് ബോധനയെ സ്നേഹിക്കുന്ന എവരെയും, പ്രത്യേകിച്ച് ഇന്ന് ഈ സെഷനിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഇപ്പോൾ റവറൻഡ് രാജു അഞ്ചേരി അച്ഛൻ ഇപ്പോൾ അച്ഛന് ഇത് നേർ നൽകുന്നതാണ്. തുടർന്ന് അലക്സാണ്ടർ വർഗീസ് അച്ഛൻ ബൈബിൾ സ്റ്റഡി നടത്തുന്നതാണ്. അച്ഛൻ രാജു അഞ്ചേരി അച്ഛൻ, ഓവർ ടു രാജു അഞ്ചേരി അച്ഛൻ. അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് ആദ്യം നന്ദി അറിയിക്കട്ടെ. ക്രൂശിത ആധ്യാത്മികത, അത് ഈ നോമ്പിൻ്റെ നാളുകളിലെ നമ്മളുടെ ധ്യാനത്തോട് ബന്ധപ്പെട്ട ഒരു വിഷയമാണല്ലോ. ക്രൂശിനെ വളരെയധികം ആധ്യാത്മികീകരിച്ച് അതിൻ്റെ അർത്ഥം നഷ്ടപ്പെടുത്തുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ക്രൂശ് ചെറുത്തുനിൽപ്പിൻ്റെ, പ്രതിരോധത്തിൻ്റെ, അനീതിക്കെതിരെയുള്ള പോരാട്ടത്തിൻ്റെ, അരികുവൽക്കരിക്കപ്പെട്ടവരോട് കൂടെയുള്ള സഹവർത്തിത്വത്തിൻ്റെ നിലപാടുകളുടെ ആകത്തുകയാണ്. അത് പാപമോചനത്തിൻ്റെയും ഒക്കെ ക്രൂശിലെ രക്തത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് അതിനെ ലഘൂകരിക്കുന്ന ആധ്യാത്മികതയാണ് പോപ്പുലറായിട്ടുള്ളൊരു ആധ്യാത്മികത. എന്നാൽ നിലപാടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറെടുക്കുന്ന മനുഷ്യരുടെ, അതിനുവേണ്ടി പോരാട്ടങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ചരിത്രത്തിലെ മനുഷ്യരുടെ, ഇന്നും ചരിത്രത്തിൽ തുറന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളുടെ ഒരാധ്യാത്മികത ഈ ക്രൂസിന്റെ വെളിച്ചത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. പ്രിയപ്പെട്ട അലക്സാണ്ടർ വർഗീസ് അച്ഛൻ ഈ വിഷയത്തിൽ നമുക്ക് വേണ്ടിയ ഉൾക്കാഴ്ചകൾ നൽകുവാൻ പ്രാപ്തനാണ്. അതുകൊണ്ട് ഞാൻ ആമുഖമായിട്ട് അധിക കാര്യങ്ങളൊന്നും പറയാതെ തന്നെ പ്രിയപ്പെട്ട അച്ഛനെ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയും ക്ഷണിക്കുകയും ചെയ്യും.
ഏറ്റവും ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ, ഡി സുനിൽ അച്ഛൻ, ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഉള്ള എല്ലാ പ്രിയപ്പെട്ടവരുമേ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇങ്ങനെ ഒരു അവസരം ഡി സുനിൽ അച്ഛൻ എനിക്ക് വേണ്ടി ഒരുക്കി തന്നതിലുള്ള എൻ്റെ സന്തോഷം ആദ്യമേ തന്നെ അറിയിക്കുന്നു. അച്ഛൻ്റെ ഒരു നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു എന്നതുകൊണ്ട് അതിനങ്ങ് വശംവദനായതാണ് എന്ന് വേണം ചിന്തിക്കാൻ. സാധാരണ ഇത്തരം പ്ലാറ്റ്ഫോമിലൊന്നും പ്രത്യക്ഷപ്പെടാറുള്ള ഒരാളല്ല. എന്നാൽ സുനിലച്ചൻ വളരെ കാര്യക്ഷമമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് ഇതിൽ കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പൊതുവെ ചർച്ച ചെയ്യുന്ന വിഷയം ബഹുമാനപ്പെട്ട അഞ്ചേരിയച്ചൻ അതിൻ്റെ ഒരു നല്ല ഇൻട്രഡക്ഷൻ നൽകുകയും ചെയ്തു. എല്ലാവർക്കും അപരിചിതമായ ഒരു വിഷയം എന്നുള്ള വിധത്തിലല്ല, എന്നാൽ നമ്മുടെ ഒരു ഓർമ്മ പദങ്ങളിലേക്ക് ചില കാര്യങ്ങളെയൊക്കെ ഒന്ന് കോറിയിടാം എന്നുള്ള ഒരു വിചാരം മാത്രമാണ് ഇന്നത്തെ ഈ എൻ്റെ ഒരു ഉദ്യമം എന്ന് ഞാൻ എടുത്തു പറയട്ടെ. പ്രത്യേകിച്ച് ഡി സുനിലച്ചനോടുള്ള എൻ്റെ വലിയ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ഇങ്ങനെ എനിക്കൊരവസരം തന്നതിൽ ഞാൻ വളരെയധികം കൃതാർത്ഥനാണ് എന്ന് ആമുഖമായിട്ടൊന്ന് പറയുന്നു. വിഷയത്തിലേക്ക് കടക്കുകയാണ്. ക്രൂശിത ആധ്യാത്മികത എന്ന് അതിനൊരു വിഷയം നൽകണമെന്ന് പറഞ്ഞപ്പോൾ നൽകി. ക്രൂശിൻ്റെ ആധ്യാത്മികത എന്നൊക്കെ വേണമെങ്കിലും അത് വിശേഷിപ്പിക്കാം. ക്രൂസിഫൈഡ് സ്പിരിച്വാലിറ്റി എന്നോ ക്രൂസിഫോം സ്പിരിച്വാലിറ്റി എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഈ കേളി എന്ന് പറയപ്പെടുന്ന ഒരു ധ്യാന സമാഹാരം ഫാദർ ബോബി ജോസ് കട്ടിക്കാടിൻ്റെതുണ്ട്. അതിൽ അദ്ദേഹം ഒരിടത്ത് രേഖപ്പെടുത്തുന്ന ഒരു ചിന്ത, ജീവിതത്തെ ചതുരംഗ കളിയോടാണ് അദ്ദേഹം ഉപമിക്കുന്നത്. ജീവിതം ഒരു ചതുരംഗ കളി തന്നെയാണ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുമ്പോൾ ഇരുളും വെളുപ്പുമായി 64 കളങ്ങളുണ്ട്. കാലാൾപ്പെടെ ഉൾപ്പെടെയുള്ള സുഹൃത്ത് വലയം പ്രതിരോധ നിരയിലുണ്ട്. എന്നാൽ അപകടം പിടിച്ച ഒരു കളിയാണത്. ഓരോ നീക്കവും അപരനെ കുരുതി കഴിക്കാനുള്ള ഒരുമ്പെടലാണ്. ഒടുവിൽ ഒരു ദീർഘനിശ്വാസത്തിന് പോലും ഇടം തരാതെ പോരാട്ടത്തിൻ്റെ കുതിര ഉള്ള വെട്ടും കുത്തുമായി അത് നീളുകയാണ്. ജീവിതത്തിൻ്റെ ഈ കേളിയിൽ ഓരോ നീക്കവും ബലഹീനനെ ഉരുക്കുന്നുവെന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. അവരുടെ ജീവിതത്തിൻ്റെ പ്രഹേളികയിൽ ഈ കുരുക്കപ്പെടുന്ന അനുഭവങ്ങളിലും നാം എവിടെയാണ് എന്നുള്ളൊരു ചോദ്യം അദ്ദേഹം ഉയർത്തുന്നു. ഇത് സ്വാഭാവികമായിട്ടും ശക്തന്മാരുടെ ഒരു കളിയാണ്. അതുകൊണ്ട് ഒരിഞ്ച് പോലും ചലിക്കാനാവാതെ ശക്തന്മാർ വിജയശ്രീലാളിതരാകുന്ന ഒരനുഭവത്തെ അദ്ദേഹം വരച്ചു കാണിക്കുമ്പോൾ അതിലൊരു കൂട്ടർ അശക്തരും തോൽവിക്ക് വിധേയപ്പെടുന്നവരുമായി അദ്ദേഹം കാണും. ഈ മാത്സര്യ ലോകത്തിൽ പോരാട്ടത്തിൻ്റെ ഇത്തരം രംഗങ്ങളിൽ നാം ആരുടെ പക്ഷത്താണ്? വിജയശ്രീലാളിതരാകുന്നവരുടെ പക്ഷം, ട്രയംഫലിസം എന്നതിനെ വിശേഷിപ്പിക്കാറുണ്ട്. ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു ഗതിവിഗതി നോക്കുകയാണെങ്കിൽ അതിലാണ് ഏറെ ആളുകളും ആശ്രയിക്കുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി യേശു ക്രിസ്തു ഇരയാക്കപ്പെടുന്നവരുടെ പക്ഷം ചേരുന്നു എന്നതാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ക്രൂശിൻ്റെ മർമ്മം എന്ന് നമുക്ക് വേണമെങ്കിൽ കാണാം. യേശു ക്രിസ്തുവിൻ്റെ ഇച്ഛാശക്തിയും ദൈവഹിതത്തിനുള്ള തൻ്റെ പരിപൂർണമായ സമർപ്പണവുമാണ് യേശു ക്രിസ്തുവിലൂടെ രൂപപ്പെടുത്ത ആധ്യാത്മികയും ക്രൂശിൻ്റെ ദർശനവും എന്ന് നമുക്ക് കാണാം. ഏതൊരു സമൂഹത്തിൻ്റെയും വിശ്വാസ സംഹിതകൾ രൂപപ്പെടുന്നതിൽ അതിനെ സ്വാധീനിക്കുന്ന മതബോധനം വളരെ പ്രധാനമാണ്. യേശുക്രിസ്തു ജീവിച്ച സാഹചര്യങ്ങളിലും അത്തരം വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ ഒന്നിച്ചുള്ള ഒരു ചിന്തയ്ക്ക് ആധാരമായി എടുത്ത വേദഭാഗം വിശുദ്ധനായ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 32 മുതൽ 42 വരെയുള്ള വേദഭാഗങ്ങളാണ്. ഈ വേദഭാഗത്തെ ഒറ്റ വാക്കിൽ നമുക്ക് സംഗ്രഹിക്കുകയാണെങ്കിൽ ഗെത്സമനെ എന്ന് വേണമെങ്കിൽ പറയാം. ഗെത്സമനെ എന്ന വാക്ക് ഒരു സ്ഥലനാമം എന്നതിനപ്പുറത്തേക്ക് ഒരു ദൈവശാസ്ത്ര ഔന്നത്യത്തിലേക്ക് നയിക്കപ്പെടുന്ന ഒരു ദർശനം കൂടിയായി അത് മാറുന്നു എന്നതാണ് അതിൻ്റെ പ്രത്യേകത. ഗെത്സമനെ എന്ന വാക്കിൻ്റെ അർത്ഥം എണ്ണച്ചക്ക്,
ഓയിൽ പ്രസ് എന്നുള്ള വിധത്തിലാണ്. അപ്പൊ ഈ ഗത്സമനയുടെ, ഞാൻ ആ വേദഭാഗം മുഴുവൻ വായിക്കാനായിട്ട് ശ്രമിക്കുന്നില്ല. ആ വേദഭാഗത്ത് 3 തലങ്ങളാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട സ്ഥലനാമങ്ങൾ എന്ന് പറയുന്നത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഗത്സമനെ എന്ന് പറയുന്നത്. ഗത്സമനെ, ഗബ്ബഥ, ഈ അടുത്ത കാലത്ത് പാട്ടുകാരൻ ആ വാക്കുപയോഗിച്ചിട്ടുണ്ട്, ഗബഥ. മറ്റൊന്ന് ഗോൽഗോഥയാണ്. അപ്പൊ ഈ ഗത്സമനെ എന്ന് പറയപ്പെടുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഗോൽഗോഥായുടെ ഒരു പ്രോട്ടോടൈപ്പ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇവിടെ ഇതിന്റെ പാരമ്യത്തിൽ ഈ വേദഭാഗത്തൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് വിയർപ്പ് നിലത്ത് വീഴുന്നത് വലിയ ചോരത്തുള്ളി പോലെ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അത് ആ ഭാഗം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ പ്രത്യേകിച്ചും പറയുകയാണ്. ഈ വേദഭാഗത്തൂടെ നമുക്ക് മർക്കോസിന്റെ സുവിശേഷത്തിൽ അതിശക്തമായിട്ട് അതിനെ പറയാൻ ശ്രമിക്കുന്നിടത്ത് ഒരു വാക്ക്, 33-ാമത്തെ വാക്ക്, ഭ്രമിപ്പാനും വ്യാകുലപ്പെടാനും തുടങ്ങി. 34-ാമത്തെ വാക്യം, എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ വിശേഷതകളിലേക്കുള്ള സഞ്ചാരം വാസ്തവത്തിൽ ഈ പ്രോട്ടോടൈപ്പ് ഓഫ് ഗോൽഗോഥ എന്നതിനെ ഗത്സമനയുടെ അനുഭവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന അനുഭവമാണ്. കുരിശിന്റെ അനിവാര്യതയുടെ ബോധ്യതയിൽ യേശുക്രിസ്തുവിന്റെ നെഞ്ച് പിടയ്ക്കുന്ന അനുഭവമാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ഗത്സമനെ എന്ന് പറയുന്നത്. യേശു താൻ വിചാരിച്ചിരുന്നു ലോകത്തിന്റെ അപമാനവീകരണത്തിനൊരു വിഘാതം അല്ലെങ്കിൽ ഒരു പ്രതിവിധി നേടിയെടുക്കാം. പക്ഷേ ആത്യന്തികമായി ക്രൂശിലേക്കുള്ള തൻ്റെ യാത്രയിൽ കാണുന്നത് താൻ തന്നെ അപമാനവീകരിക്കപ്പെടുന്ന ഒരു അനുഭവമായി മാറുന്നു എന്നുള്ളിടത്താണ്. അപ്പോൾ അതിനെ ആണ് ഈ ആധ്യാത്മിക പരിസരത്തിൽ യേശുക്രിസ്തു വ്യത്യസ്തമായി വീക്ഷിക്കുവാനും ലോക ജനതയുടെ മനസാക്ഷിയെ ഉണർത്താനും തക്കൊണ്ട് ഇടയാക്കുന്നത്. അതിലേക്ക് അത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ നെഞ്ചുരുക്കം എന്നൊക്കെ പറയുന്ന ഒരു നിമിഷാർത്ഥത്തിന്റെ അനുഭവം മാത്രമല്ല, യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലുടനീളം ചാലിക്കപ്പെടുന്ന അനുഭവം തന്നെയാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന്റെ ജീവിതം തന്നെയാണ് ഈ ക്രൂസിന്റെ ആധ്യാത്മികതയെ വരച്ചു കാണിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതിന്റെ ആ വേദഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് സഞ്ചരിക്കപ്പെടുന്നത് വളരെ പ്രധാനമാണ്. യേശുക്രിസ്തുവിന്റെ പ്രവർത്തനവും കാലഘട്ടവും മനസ്സിലാക്കുന്നതിലൂടെ മാത്രമേ ഇതിന്റെ ഒരു പൊരുള് ഒരു വിധത്തിൽ നമുക്ക് സംഗതമാക്കാനായിട്ട് കഴിയുന്നുള്ളൂ എന്നാണ്. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ പരിസരം എന്ന് പറയപ്പെടുന്നത് പലസ്തീന്റെ ഭൂപ്രദേശമാണ്. ധാരാളം ആളുകളെ താൻ സൗഖ്യമാക്കുകയും ചേർത്ത് നിർത്തുകയും ചെയ്യുന്നതിന്റെ ഫലമായി ഒരു വലിയ സമൂഹം തന്നെ അനുധാവനം ചെയ്തു എന്ന് നമുക്ക് ഈ വേദഭാഗത്തൂടെ കാണാൻ സാധിക്കും. യഹൂദ്യ, യെരുശലേം, ഏദോം, യോർദാൻ, സോർ, സീദോൻ, ശമരിയ തുടങ്ങിയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ യേശുവിനെ അനുധാവനം ചെയ്യുന്നുണ്ട്. ഈ അനുധാവനം ചെയ്യുന്ന ആളുകളെ പ്രതിപാദിച്ചുകൊണ്ട് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് 2-ാമത്തെ അധ്യായത്തിൽ തന്നെ അത് സൂചിപ്പിക്കുന്നു. ആദ്യമായിട്ട് ആ സൂചന നൽകുന്നത് ക്രൗഡ്, പുരുഷാരം എന്നുള്ള വാക്കാണ്. ഒക്കുലോസ് എന്ന ആ വാക്ക് നമ്മൾ ഇതിനു മുൻപ് പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ഈ ഒക്കുലോസ് ക്രൗഡ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എന്നാൽ അത് കേവലം ഒരു ക്രൗഡ് എന്ന് മാത്രം വിവക്ഷിക്കാനായിട്ട് പറയുന്നില്ല. ചെറ്റ്മേറിനെ പോലെയുള്ള ആളുകൾ അത് വിശേഷിപ്പിക്കുന്നത് ഈ ക്രൗഡ് എന്ന് പറയുന്നത് they form omnipresent background of Jesus ministry എന്നാണ്. അതുകൊണ്ട് എപ്പോഴും യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രിയിൽ അവര് വളരെയധികം omnipresent ആയിരുന്നു എന്നുള്ളതാണ്. they are identified as sinners and social outcasts. അവര് പൊതുവെ അറിയപ്പെടുന്നത് പാപികളും പുറന്തള്ളപ്പെട്ടവരും എന്നുള്ള വിധത്തിലാണ്. they are accepted as പാർട്ട് ഓഫ് ജീസസ് കമ്മ്യൂണിറ്റി എന്നാണ്. യേശുക്രിസ്തുവിന്റെ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിരുന്നു അവരെന്ന് പറയപ്പെടുന്നു. ദേ ആർ ഏലിനേറ്റഡ് ഫ്രം ജൂയിഷ് ലീഡർഷിപ്പ് ആൻഡ് ലാർജ്ലി സപ്പോർട്ടീവ് ഓഫ് ജീസസ് ഇൻ ഹിസ് സ്ട്രഗിൾ അഗൻസ്റ്റ് ലീഡർഷിപ്പ് എന്നും അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. ദേ ഫിയർഡ് റൂളിംഗ് ക്ലാസ് അറ്റ് ദ സെയിം ടൈം മാനിപ്പുലേറ്റഡ് ബൈ റൂളിംഗ് ക്ലാസ് എന്നും അദ്ദേഹം ഈ മൾട്ടിറ്റ്യൂഡിനെ, ഈ ക്രൗഡിനെ വിശേഷിപ്പിക്കുന്നു. എന്നാൽ ഈ മൾട്ടിറ്റ്യൂഡ് എന്ന് പറയപ്പെടുന്ന ഈ ക്രൗഡ് തന്നെയാണ്
ഒരു വിധത്തിൽ യേശു ക്രിസ്തുവിന്റെ പ്രസ്ഥാനത്തോട് ചേർന്ന് നിന്ന് മുൻപോട്ട് പോകാൻ തക്കവണ്ണം സഹായകമായത് എന്നും കൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ ഔട്ട്കാസ്റ്റ് സിന്നേഴ്സ് ആയിട്ടുള്ള യാതൊരു പ്രാതിനിധ്യവും ലഭിക്കാതെ പോയ ഒരു സംഘം ആളുകളെ പ്രചോദിപ്പിച്ചു അവർക്ക് നേതൃത്വം നൽകുന്നതിലാണ് യേശു ക്രിസ്തു ഒരു പരിധിവരെ യേശു പ്രസ്ഥാനം എന്നുള്ള വിധത്തിലേക്ക് അവരെ നയിക്കാൻ ഇടയാകുന്നത് എന്നതാണ്. അതുകൊണ്ട് യേശു പ്രസ്ഥാനത്തോട് ചേർത്ത് വെച്ചാണ് ഈ ആധ്യാത്മികതയെ നമ്മൾ മനസ്സിലാക്കുക. അത് സാമ്രാജ്യത്വത്തിന് എതിരെ നിൽക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം എന്നുള്ള വിധത്തിലാണ്. അതുകൊണ്ട് ഒരു ബദൽ ദർശനമാണ് ഈ യേശു പ്രസ്ഥാനത്തിലൂടെ പകരാനായിട്ട് ഇടയായത്. അതുകൊണ്ട് ഈ പറയപ്പെടുന്ന സാമ്രാജ്യത്വം എന്താണ് പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത് എന്ന് ചോദിച്ചാൽ, ഒരു വിധത്തിൽ പറഞ്ഞാൽ റോമൻ സാമ്രാജ്യം ദൈവ പദ്ധതി, അതുകൊണ്ട് ദൈവിക പദ്ധതി ഇണക്കുന്ന ചാലകശക്തിയാണ് ഭരണകൂടം. ദൈവിക സുരക്ഷിതത്വവും സമാധാനവും ഉറപ്പാക്കുന്ന ഘടനയാണ് ഈ ഭരണകൂടം എന്ന് വിശേഷിപ്പിക്കുവാൻ തക്കവണ്ണം അവർ താല്പര്യപ്പെടുകയും അതിന് വിപരീത ദിശയിൽ സഞ്ചരിക്കുന്നവരെ ഒടുക്കിക്കളയുകയും ചെയ്യുന്ന പ്രവണതയാണ്. അതുകൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ റോമൻ ഇമ്പീരിയൽ തിയോളജി വളരെയധികം ശക്തീകരിക്കപ്പെട്ട ഒരു കാലത്തിലാണ് യേശു അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുൻപിലേക്ക് വരുന്നത് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് ഈ റോമൻ ആധിപത്യത്തിന് കീഴിൽ അവർ ഭരണകൂടം തന്നെ വിശേഷിപ്പിക്കുന്ന വികാസ് ഓഫ് ഗോഡ്സ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഭരണകൂടം തന്നെ അതിൻ്റെ വികാരിമാരാണ് എന്നുള്ള വിധത്തിലാണ് അത് പറയാനായിട്ട്. ജുപ്പിറ്റർ ദേവനെ അതിൻ്റെ പരമ അധികാരം എന്നുള്ള വിധത്തിൽ കർത്താവ് എന്ന് പോലും വിശേഷിപ്പിക്കുവാൻ കൊണ്ട് ഇടയാകുന്നു. ജുപ്പിറ്റർ ദേവനെ നിർദ്ദേശിച്ചുകൊണ്ട് റോമുലസ് എന്ന് പറയപ്പെടുന്ന ആൾ റോമൻ സാമ്രാജ്യം സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, അത് ഒരു വലിയ പ്രഖ്യാപനമായി ആ കർത്തൃത്വത്തിന് എല്ലാവരും വിധേയപ്പെടണമെന്ന് വിശേഷിപ്പിക്കും. തൽഫലമായി ചക്രവർത്തിമാർ ക്രമേണ ഈ കർത്തൃത്വം ഏറ്റെടുക്കുന്ന ഒരു തലത്തിലേക്ക് പോകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. റോമൻ സാമ്രാജ്യത്തെ എതിർക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവ നിന്ദമാണ്, അത് മാത്രമല്ല രാജ്യദ്രോഹ കുറ്റമായി മാറി. എന്നാൽ യേശു ക്രിസ്തു ഈ രംഗങ്ങളിലൊക്കെ ശക്തമായ ഒരു നേതൃത്വം നൽകി എന്നത് മാത്രമല്ല, ഈ ജനതയെ അവർക്ക് ഒരു മശിഹാത്വം യേശു ക്രിസ്തുവിലൂടെ ദർശിപ്പാൻ തക്കൊണ്ട്, അവർക്കൊരു വീണ്ടെടുപ്പുകാരനെ ദർശിപ്പാൻ തക്കൊണ്ട് സാധിച്ചു എന്നതുമാണ് നമുക്ക് ഈ യേശു പ്രസ്ഥാനത്തിലൂടെയൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് യേശു പ്രസ്ഥാനം ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ ചക്രവർത്തിമാരുടെ കർത്തൃത്വത്തെ നിഷേധിക്കുകയും യേശു ക്രിസ്തു തന്നെ കർത്താവും മശിഹായും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യപ്പെടാൻ കൊണ്ട് ഇടയായി എന്നുള്ളതാണ്. അതുകൊണ്ട് ക്രൂശിതരുടെ പക്ഷം ചേരുന്ന, ഇരയാക്കപ്പെട്ടവരോട് ചേർന്ന് നിൽക്കുന്ന ക്രൂശിക്കപ്പെട്ട യേശു തന്നെയാണ് ഇതിനെല്ലാം നിദാനമായി തീരുന്നത് എന്നതാണ് മർക്കോസിന്റെ സുവിശേഷത്തിലൂടെ വരച്ചു കാണിക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് മർക്കോസ് ഈ സുവിശേഷം എഴുതുന്നത് യേശുവിന്റെ ക്രൂശീകരണത്തിനും ശേഷം ഏതാണ്ട് 20 സംവത്സരങ്ങൾക്ക് ശേഷമാണ് എന്ന് കാണും. അതുകൊണ്ട് ഈ 20 സംവത്സരങ്ങൾക്ക് ശേഷം ഇത് എഴുതുമ്പോൾ യേശു ക്രിസ്തു ക്രൂശിതനായി യേശു തന്നെ കർത്താവ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു തലത്തിലേക്കാണ് നയിക്കപ്പെടുന്നത്. ജോസിഫസ് എന്ന് പറയപ്പെടുന്ന ചരിത്രകാരൻ 3 ഘട്ടങ്ങളെ, റോമാ സാമ്രാജ്യവുമായി ബന്ധപ്പെട്ട് 3 ഘട്ടങ്ങളെ വിശേഷിപ്പിക്കുന്നതിൽ 3 കാര്യങ്ങൾ. ഒന്ന് ഫരിസൈക് റെസിസ്റ്റൻസ് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഹെരോദാന്റെ ആജ്ഞ അനുസരിച്ച് ദേവാലയത്തിന് മുകളിൽ കഴുകന്റെ രൂപം സ്ഥാപിക്കുക. മറ്റൊന്ന് കാണാൻ കഴിയുന്നത് ഈ പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് അദ്ദേഹം രംഗപ്രവേശം ചെയ്ത്, ഗവർണറായി രംഗപ്രവേശം ചെയ്ത് കഴിഞ്ഞപ്പോൾ യെരുസലേമിലേക്ക് ഒരു വലിയ ഘോഷയാത്ര നിർവഹിക്കുന്നുണ്ട്. അതൊരു സൈനിക മാർച്ച് തന്നെയാണ്. അതിലൂടെ അദ്ദേഹം ചെയ്യാൻ ശ്രമിച്ചതും യഹൂദ ജനതയുടെ ദൈവബോധത്തെ തകർക്കുക എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ്. അങ്ങനെ ആ ഒരു ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം പുറപ്പെട്ടപ്പോൾ അതിനെതിരെ ജനം വളരെ ശക്തമായിട്ട് പ്രതിരോധിച്ചത് കാണാനായിട്ട് സാധിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഈ പീലാത്തോസിന്റെ എതിരെ മാസ് ഔട്ട്ക്രൈ എന്നുള്ള വിധത്തിലാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്.
മൂന്നാമത് ഒരു കാർഷിക സ്ട്രൈക്ക്, അഗ്രികൾച്ചറൽ സ്ട്രൈക്ക് എന്നുള്ള വിധത്തിൽ കർഷക ലഹള കാണാനായിട്ട് സാധിക്കും. അത് അലക്സാൻഡ്രിയയിലുള്ള യഹൂദന്മാർ ചക്രവർത്തിക്ക് വേണ്ടതുപോലെ ദൈവികത നൽകുന്നില്ല. അതുകൊണ്ട് ഗായസ് കലികുള എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ ഈ യെരുശലേം ദേവാലയത്തിന് മുകളിൽ തൻ്റെ തന്നെ പ്രതിമ സ്ഥാപിക്കാൻ താല്പര്യപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള കർഷകരാണ് ശക്തമായിട്ട് അതിനോട് പ്രതിരോധിച്ചത്. അപ്പൊ ഇതിനൊക്കെ ഇടയാകുന്ന വിധത്തിൽ ഈ യേശു മൂവ്മെന്റ്, ജീസസ് മൂവ്മെന്റ് യേശുവിന് മുൻപും പിൻപും ശക്തീകരിക്കപ്പെട്ടു എന്നുള്ള വിധത്തിലാണ് ഈ ജോസിഫസിനെ പോലെയുള്ള ചരിത്രകാരന്മാർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടർ മാനത്തെയാണ് യേശുക്രിസ്തുവിലൂടെ അടയാളപ്പെടുത്തിയത് എന്നും ഒരു വിവക്ഷയുണ്ട്. ഇത്തരം സാമൂഹിക പരിസരത്തിലാണ് യേശു സ്വാതന്ത്ര്യത്തെയും വിമോചനത്തെയും അവരുടെ മനസ്സുകളിൽ ഒരു കനൽക്കട്ട പോലെ പാകിയത് എന്ന് വിശേഷിപ്പിക്കുന്നു. അതുകൊണ്ട് യേശു പ്രസ്ഥാനം ഒരു സാമ്രാജ്യത്വ വിരുദ്ധ സാമൂഹിക ക്രമമായി ജനം കാണുകയും യേശുക്രിസ്തുവിലൂടെ വിഭാവനം ചെയ്ത ദൈവരാജ്യം ഇതിനൊരു ബദൽ സംവിധാനമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ജീസസ് മൂവ്മെന്റിലൂടെ നയിക്കപ്പെട്ട ചിന്തകൾ എന്ന് പറയുന്നത്. യേശുക്രിസ്തു ദൈവപുത്രൻ, ചക്രവർത്തിമാരല്ല ദൈവപുത്രൻ എന്ന് ശക്തമായിട്ട് പറയാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ചക്രവർത്തിമാരുടെ ദൈവപുത്ര അവകാശവാദങ്ങളുടെ നിരാസം എന്നുള്ള വിധത്തിൽ അതിനെ കാണുന്നുണ്ട്. തന്നെയുമല്ല, യേശുക്രിസ്തു ദൈവത്തിന്റെ അഭിഷിക്തൻ എന്ന് ശക്തീകരിക്കുന്നതും ഈ പ്രസ്ഥാനത്തിലൂടെ വളരുന്നുണ്ട്. ഈ പറയപ്പെടുന്ന ഒരു മതേതര കാഴ്ചപ്പാടുകൾ ശക്തീകരിക്കുന്നിടത്താണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ വിശ്വാസത്തിന്റെ അനുരണനം എന്നുള്ള വിധത്തിൽ മർക്കോസ് അത് പ്രതിപാദിക്കാൻ ശ്രമിക്കുന്നു. മർക്കോസ് 14-ാം അധ്യായം മുഴുവൻ ക്രൂശിലേക്കുള്ളൊരു സഞ്ചാരത്തെ ഉണർത്തിക്കുന്നതാണ്. അവിടെ ബഥാന്യയിൽ ഒരു സ്ത്രീ വെങ്കൽ ഭരണി ഉടച്ച് തൈലം യേശുക്രിസ്തുവിന് തലയിലൂടെ ഒഴിച്ച് യേശുക്രിസ്തുവിനെ ആ ഒരു കാലഘട്ടത്തിൽ അഭിഷിക്തനാക്കുന്നത് പ്രത്യേകമായി ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മതേതര ഭാഷ്യം ആ വിധത്തിൽ കാണേണ്ടതുണ്ട് എന്നത്. അതുകൊണ്ട് യേശുക്രിസ്തു അതിനെ കണ്ടത് തന്നെ തൻ്റെ ക്രൂസിലേക്കുള്ള തൻ്റെ മരണത്തിന് ലേപനം ചെയ്തു എന്നുള്ള വിധത്തിലാണ്. അതുകൊണ്ട് ക്രൂസിന്റെ വഴികളാണ് യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ ഉടനീളം കാണാൻ സാധിക്കുന്നത്. ഈ 14-ാം അധ്യായത്തിലെല്ലാം അതിൻ്റെ ഭാഷ്യം വളരെയധികം ദൃഢീകരിക്കപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യേശുക്രിസ്തുവിന്റെ രംഗപ്രവേശം ഒരു വിധത്തിൽ പറഞ്ഞാൽ യോഹന്നാൻ സ്നാപകന്റെ മരുഭൂമിയിലുള്ള സ്നാപന ശുശ്രൂഷയിലൂടെയാണെന്ന് കാണാം. യോഹന്നാൻ സ്നാപകനെ തന്നെ ഒരു സെക്യുലർ വേൾഡ് അടയാളപ്പെടുത്തിയിരുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഹേരോദാവിൻ്റെ രാഷ്ട്രീയത്തിന് വിപരീതമായി ഒരു രാജ്യത്വത്തെ ശക്തീകരിക്കുന്ന പ്രമേയവും സംസ്കാരവും കൊണ്ടുവന്നു എന്നുള്ളിടത്താണ്. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്ക് അത് മരുഭൂമിയിൽ ഒരു വിമോചന പോരാട്ടത്തിന്റെ ഇടമായി മാറി എന്നാണ്. യേശുക്രിസ്തു യോഹന്നാൻ സ്നാപകനിലൂടെ സ്നാനം സ്വീകരിക്കുമ്പോൾ ഇതിൻ്റെ ഒരു തുടർമാനവയും മരുഭൂമിയുടെ പോരാട്ടത്തിൽ യേശുവും പങ്കുചേർന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ 40 ദിവസത്തെ അനുഭവം 40 ദിവസത്തെ അത് ഇസ്രയേലിന്റെ മോചനത്തിന് വേണ്ടി ഒരു സുദീർഘമായ യാത്ര നിർവഹിച്ച ഇസ്രയേലിലെ ജനതയെ അനുസ്മരിപ്പിക്കുന്ന 40 സംവത്സരത്തിന്റെ മരുഭൂ പ്രയാണത്തെ പോലും അനുസ്മരിപ്പിക്കുന്നതാണ്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ മോശയിലൂടെ നിർവഹിക്കപ്പെട്ട വിമോചനത്തിന്റെ ധാര യേശുക്രിസ്തുവിലൂടെ അടയാളപ്പെടുത്തുവാൻ തക്കവണ്ണമാണ് മത്തായി എഴുതിയ സുവിശേഷത്തിലൂടെ പറയാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഈ അനുഭവത്തെ മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടൊപ്പമായിരുന്നു യേശു എന്ന പ്രതിപാദനം കാണുന്നുണ്ട്. കാട്ടുമൃഗങ്ങൾ എന്നുള്ള വിശേഷണമൊക്കെ പറയുന്നത് ഒരു വിധത്തിൽ ഭരണകൂടത്തിന്റെ ഭീകരതയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ കൂടിയാണ്. എന്നാൽ യേശു അവിടെ വ്യത്യസ്തമായി തന്നിൽ നിക്ഷിപ്തമായിരുന്ന ദൗത്യവും ധർമ്മവും തിരിച്ചറിയുകയാണ്. ഭരണകൂടത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് വശംവദനാവുക എന്നതല്ല, അതിന് ബദലായി വ്യത്യസ്തമായി ഒരു ദൈവരാജ്യത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളതായിരുന്നു യേശുക്രിസ്തുവിന്റെ ഉദ്യമവും അതിലൂടെയുള്ള യാത്രയും എന്ന് നമുക്ക് കാണാം. ദൈവരാജ്യം ഒരു വിധത്തിൽ പറഞ്ഞാൽ
ഈ ഒരു രാഷ്ട്രീയ സ്വപ്നവും ബദൽ സംവിധാനവും എന്നുള്ള വിധത്തിലാണ് കാണുന്നത്. എന്നാൽ അത് മറ്റൊരു രാജ്യം എന്നുള്ള വിധത്തിൽ സാമ്രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയില്ല. ഒരു രാജ്യത്തിന് വിപരീതമായി ഒരു രാജ്യസങ്കല്പം പറയുന്നെങ്കിൽ അത് രാജ്യദ്രോഹ കുറ്റം എന്നുള്ള വിധത്തിലാണ്. അങ്ങനെ രാജ്യദ്രോഹികൾക്കുള്ള ശിക്ഷയാണ് വാസ്തവത്തിൽ ക്രൂശിലേക്കുള്ള നടുനടുക്കൽ എന്നും വേണമെങ്കിൽ ആണ്. ഈ ലെസ്ലി ന്യൂബിഗൻ എന്ന് പറയപ്പെടുന്ന ശ്രദ്ധേയനായ ഒരു ബിഷപ്പിനെ എല്ലാവർക്കും അറിയാം. അദ്ദേഹം തൻ്റെ ഒരു പുസ്തകത്തിൽ ദ അതർ സൈഡ് ഓഫ് 1984 എന്ന പുസ്തകത്തിലൂടെ പറയപ്പെടുന്ന കാര്യം ഡോക്ടർ TM ഫിലിപ്പച്ചൻ പറയുന്നത് ശ്രദ്ധേയമാണ്. റോമൻ ഭരണാധികാരികളുടെ വീക്ഷണത്തിൽ പൊതുജന മധ്യത്തിൽ അംഗീകാരമുള്ള ആരാധന അനുഷ്ഠാനം പബ്ലിക് കൾട്ട് ഒരെണ്ണമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. അത് ചക്രവർത്തി ആരാധനയാണ്. സാമ്രാജ്യത്തിന്റെ അഖണ്ഡത കാത്തുപാലിക്കാൻ അത് അത്യാവശ്യവുമാണ്. അല്ലെങ്കിൽ അത് സുരക്ഷിതത്വം നഷ്ടപ്പെടുത്തുമെന്നാണ്. പ്രൈവറ്റ് കൾട്ട് എത്ര വേണേലും ആകാം, എന്നാൽ ഒരു പബ്ലിക് കൾട്ട് എന്നുള്ള വിധത്തിൽ അത് വരാൻ പാടില്ല എന്ന് അത് വിശ്വസിക്കുന്നു. എന്നാൽ ഈ യേശു ക്രിസ്തുവിനെ അനുധാവനം ചെയ്ത ഈ മൂവ്മെന്റ് പ്രസ്ഥാനങ്ങളിലെല്ലാം, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച വിശ്വാസ സമൂഹം ലാവോസ് എന്നുള്ള തലത്തിലും ഈ പ്രൈവറ്റ് കൾട്ട് എന്റർടൈൻ ചെയ്യുക എന്നത് മാത്രമായിരുന്നില്ല. അതിനപ്പുറത്തേക്ക് ഒരു പബ്ലിക് കൾട്ട് എന്ന് അവർ പ്രഖ്യാപിക്കേണ്ടി വരുന്ന സാഹചര്യം, പ്രത്യേകിച്ച് ആരോടാണ് കൂറ് എന്ന് ചോദിക്കുമ്പോൾ തങ്ങളുടെ കൂറ് പ്രഖ്യാപിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ക്രിസ്തു ശിഷ്യർ ക്രിസ്തുവിൽ തൻ്റെ കൂറ് പ്രഖ്യാപിക്കുകയും യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകനും എന്ന് അഫേം ചെയ്യുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ ക്രൂശിന്റെ വഴികൾ ഒരു വിധത്തിൽ ഈ വിധത്തിലൊക്കെ നമുക്ക് ഈ ജീസസ് മൂവ്മെന്റിലൂടെയും ശിഷ്യത്വത്തിലൂടെയും ഒക്കെ വരച്ച് കാണിക്കപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർമാനങ്ങളിൽ നിന്നുകൊണ്ടാണ് ക്രൂശിന്റെ ആത്മീയത വെളിവാകുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് വരട്ടെ. ആ സുവിശേഷ വേദഭാഗങ്ങളിലൂടെ 14-ാം അധ്യായം പ്രത്യേകിച്ച് അതിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത് സബ്വേർഷൻ ഓഫ് ട്രയംഫലിസ്റ്റ് മെസ്സിയാനിസം എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു വിജയശ്രീലാളിതമാകുന്ന മശിഹ സങ്കല്പങ്ങളുടെ ഉടച്ചുവാർക്കലാണ് സബ്വേർഷൻ ഓഫ് ട്രയംഫലിസ്റ്റ് മെസ്സിയാനിസം എന്നത് നമുക്ക് ഈ മർക്കോസിന്റെ സുവിശേഷത്തിലുടനീളം കാണാം. ഒരു വിധത്തിൽ അത് തന്നെയാണ് ഫുൾഫിൽമെന്റ് ഓഫ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നിടത്തും, അല്ലെങ്കിൽ പാഷൻ പ്രഡിക്ഷൻ അതിന്റെ ഫുൾഫിൽമെന്റ് എന്നൊക്കെ പറയുന്നതുമായി ബന്ധപ്പെട്ടുള്ളത്. 8-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ മനുഷ്യപുത്രൻ പലതും സഹിക്കുകയും മൂപ്പന്മാരും മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ തള്ളിക്കളഞ്ഞ് കൊല്ലുകയും 3 നാൾ കഴിഞ്ഞിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ഒരു 3 പാഷൻ പ്രൊഡിക്ഷൻ തന്നെ ഈ പറയപ്പെടുന്ന മർക്കോസ് അത് ശക്തീകരിക്കുന്നുണ്ട്. ഈ 14-ാം അധ്യായത്തിലും അത്തരത്തിലുള്ള ചില ശക്തീകരണങ്ങളുണ്ട്. ഈ പ്രഡിക്ഷൻ ഫുൾഫിൽമെന്റ് എന്ന് അതിനെ വിശേഷിപ്പിക്കുക. അപ്പോൾ പ്രഡിക്ഷൻസ് എന്താണ്? യൂദ തള്ളിപ്പറയും. 14-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം, 14-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യത്തിൽ നിന്ന് കാണുന്നുണ്ട്, ഇടയൻ എന്നെ വെട്ടും, ആടുകൾ ചിതറിപ്പോകും. 14-30-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയുണ്ട്, പത്രോസ് തന്നെ തള്ളിപ്പറയും. ഇതെല്ലാം പ്രഡിക്ഷൻസ് ആണ്. തുടർന്ന് നടക്കുന്നത് ഇതിന്റെ എല്ലാം ഒരു ഫുൾഫിൽമെന്റ് എന്നുള്ള വിധത്തിലുമാണ്. അപ്പോൾ ഇതിന് മധ്യത്തിലുള്ള ഒരു അനുഭവമാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടെ പറയുന്ന 14-ാം അധ്യായത്തിലെ ഗത്സമന എന്ന് പറയപ്പെടുന്ന അനുഭവം. ഈ ഗത്സമന ഒരു വിധത്തിൽ യേശു ഈ വളരെ കലുഷിതമാകുന്ന ഈ അനുഭവങ്ങളുടെ മധ്യത്തിൽ തൻ്റെ ഉറ്റ സ്നേഹിതരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരുമായി ചേർന്ന് ഗത്സമനയിലേക്ക് പ്രാർത്ഥനയ്ക്കായി പോകുന്ന നിമിഷങ്ങൾ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പ്രാർത്ഥന എന്ന് പറയപ്പെടുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ നിന്നുള്ള വിഡ്രോവലല്ല, വിഡ്രോ ഫ്രം ഷിയർ വേറിനെസ് എന്ന് പറയപ്പെടുന്നതല്ല. അതിനപ്പുറത്തേക്ക് താൻ അഭിമുഖം ചെയ്യാൻ പോകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖം ചെയ്യണം എന്ന് പറയാനുള്ള ശ്രമം കൂടിയായി ആ പ്രാർത്ഥന മാറുന്നതാണ് ഗത്സമനയുടെ വിശേഷത.
അവിടെ ഈ ഗെത്സമനിയുടെ അനുഭവങ്ങളാണ് എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു എന്ന് പറയുന്നത്. ഇതിനെ വിശേഷിപ്പിക്കത്തക്കോണം ഷഡേഴ്സ് ഇൻ ഡിസ്ട്രസ് എന്ന് പറയപ്പെടുന്ന ഒരു വാക്കുണ്ട്. അതിന് എക്താംബിയസ്തായി എന്ന ഗ്രീക്ക് പദം ഉപയോഗിക്കപ്പെടുന്നു. ഇത് കുറച്ചുകൂടെ ആഴമുള്ളൊരു വാക്കാണ്. യേശുക്രിസ്തു അഭിമുഖം ചെയ്ത വേദനകളുടെയും നെടുവീർപ്പുകളുടെയും ഉറക്കെയുള്ള വിലാപങ്ങളുടെയും എല്ലാം ഒരു സംക്ഷിപ്ത അനുഭവമായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഈ ചെറ്റ്മേർ ഇത് വിശേഷിപ്പിച്ചുകൊണ്ട് രണ്ട് ആളുകളുടെ ചിന്തകളെ അദ്ദേഹം പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ലോമേർ എന്ന് പറയപ്പെടുന്ന ആൾ പറയുന്നു, ഈ ഗ്രീക്ക് വേർഡ്സ് ഡെപിക്സ് ദ അറ്റ്മോസ്റ്റ് ഡിഗ്രി ഓഫ് അൺബൗണ്ടഡ് ഹൊറർ ആൻഡ് സഫറിങ് എന്നാണ്. അതുകൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാതെ വണ്ണമുള്ള അതീതമായി തന്നെ ഭയപ്പെടുത്തുന്ന പ്രയാസപ്പെടുത്തുന്ന ഒരു അനുഭവം എന്നുള്ള വിധത്തിൽ സൂചിപ്പിക്കുന്നതാണ്. മറ്റൊരാളെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നു, ഇറ്റ് ഡിസ്ക്രൈബ്സ് ദ കൺഫ്യൂസ്ഡ്, റെസ്റ്റ്ലെസ്, ഹാഫ് ഡിസ്ട്രാക്റ്റഡ് സ്റ്റേറ്റ് ആസ് ഗ്രീഫ്, ഷെയിം, ഡിസപ്പോയിൻമെന്റ് എന്നുള്ള വിധത്തിൽ അത് സൂചിപ്പിക്കുന്നു. ഒരു വിധത്തിലും ഒരു മനുഷ്യന് അഭിമുഖം ചെയ്യാൻ കഴിയാതെ ഉള്ള നിരാശയുടെയും അപകൃത്യങ്ങളുടെയും വലിയ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും എല്ലാം ഒരു മരണവേദന, പ്രാണവേദന എന്നുള്ള വിധത്തിൽ അതിനെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ പ്രാണവേദന എന്താണ്? ഒരു വിധത്തിൽ യേശു പറയുന്നുണ്ട്, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണമേ. ഒരു മനുഷ്യന് താങ്ങാൻ കഴിയാവുന്നതിലും വലിയ പ്രയാസങ്ങളെ മനസ്സുരുക്കത്തോടെ, നെഞ്ചുരുക്കത്തോടെ സ്വീകരിക്കുന്ന നിമിഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഡിസ്ട്രസ് ആൻഡ് ട്രബിൾഡ് എന്ന് പറയപ്പെടുന്നത് വലിയ ഒരു ഹൊറർ തന്നെ രൂപപ്പെടുത്തുന്ന നിമിഷങ്ങൾ എന്നുള്ളതാണ്. ഇതെന്താണ് ഇവിടെ കാണുന്നത് എന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തു തന്നെ ഭാവി നിർണയിക്കുന്ന നിമിഷം എന്നുള്ള വിധത്തിലൂടെ തൻ്റെ ഡെസ്റ്റിനി താൻ തന്നെ വരയ്ക്കുന്നു എന്നുള്ള വിധത്തിൽ അത് കാണുകയാണ്. ഭാവിയെ നിർണയിക്കുന്ന, വിധി നിർണയിക്കുന്ന നിമിഷങ്ങളാണ് വാസ്തവത്തിൽ ഗെത്സമനയുടെ അനുഭവം എന്നാണ്. അതുകൊണ്ട് യേശു ഗെത്സമനയിൽ അനുഭവിച്ച മനോവ്യഥയും ജീവന്റെ പണയപ്പെടുത്തലും തന്നെയാണ് ക്രൂശിന്റെ ആത്മീയത എന്ന് പറയാം. അതുകൊണ്ട് ക്രൂശ് വരിക്കപ്പെടുന്നു അതിനുശേഷമുള്ളത് എന്നതല്ല, അതിന് മുന്നേ തന്നെ അനുഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിമിന് മുൻപ് പെനൾട്ടിമേറ്റ് എന്നൊക്കെ പറയപ്പെടുന്ന ഒരനുഭവമാണ് വാസ്തവത്തിൽ ഗെത്സമനെ വരച്ചു കാണിക്കുന്നത്. അതുകൊണ്ട് നമുക്കും നമ്മളെ സംബന്ധിച്ച് ഉപരിപ്ലവമായ ഒരു രക്ഷപ്പെടല ആണോ പ്രാർത്ഥന എന്ന് വിചിന്തനം ചെയ്യേണ്ടത്. ആത്മനിഷ്ഠമായി ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെടാൻ തക്കണം കഴിയുന്നതല്ലേ അത് ആവശ്യപ്പെടുന്ന ആത്മീയത എന്ന് ചിന്തിക്കപ്പെടേണ്ടതുണ്ട്. ഈ വേദഭാഗങ്ങളിൽ യേശുക്രിസ്തു അഭിമുഖം ചെയ്യുന്ന ഈ വിഷാദത്തെ, എൻ്റെ ആത്മാവേ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത് എന്ന് സങ്കീർത്തനകാരൻ പറയുന്ന അതിനോട് ചേർത്ത് വെച്ച് പല ചിന്തകരും പറയും. ഇവിടെ പരിഹസിക്കപ്പെടുന്നു എന്ന് പറയുന്നിടത്ത് നിന്റെ ദൈവം എവിടെ? അത് ക്രൂസിലും ഇതേ അപഹാസ്യത്തിന് വിധേയപ്പെടുന്നത് ഇത് ജീവിതത്തിന്റെ ഒരു അനുഭവമായി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കാണുകയാണ്. എൻ്റെ കണ്ണുനീർ രാവും പകലും ആഹാരമായി തീർന്നിരിക്കുന്നു എന്ന് തൻ്റെ അനുഭവമായി ഇത് മാറും. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതം ആയിരിക്കും. മൈ സോൾ ഈസ് ഓവർവെൽംഡ് വിത്ത് സോറോ. അപ്പൊ ഈ അനുഭവങ്ങളെ എല്ലാം ക്രൂശിന് മുമ്പേ താൻ കാണുകയും ഈ നാഴിക മാറിക്കിട്ടിയിരുന്നു എങ്കിൽ നാഴിക നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. എന്നാൽ ഈ നാഴിക അതിനെ വിശേഷിപ്പിക്കുന്ന ഹോറ എന്ന പദം കൊണ്ടാണ്. ആ ഹോറ എന്ന പദം അർത്ഥമാക്കുന്നത് ടൈം ഓഫ് എസ്കറ്റോളജിക്കൽ ഫുൾഫിൽമെന്റ് എന്നാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ യേശു ക്രിസ്തുവിലൂടെ സഫലമാകേണ്ടുന്ന ആ പ്രത്യാശയുടെ അനുഭവമാണ് ഈ നാഴിക. ആ നാഴിക പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറപ്പെടണമെന്നുള്ള ആ ഫുൾഫിൽമെൻ്റാണ് ഗെത്സമനെ എന്ന് പറയും. അതുകൊണ്ട് ഗെത്സമനെ എന്ന് പറയുന്നത് ഒരു സ്ഥലനാമം എന്നതിനപ്പുറത്തേക്ക്
ദൈവശാസ്ത്രപരമായ ഒരു അവബോധമായി മാറുന്നു എന്നുള്ളതാണ്. ഈ ക്രൈസ്തവ അനുഭവം അതൊരു ശിഷ്യത്വത്തിനെ ചലഞ്ച് ചെയ്യുന്ന, ശിഷ്യത്വത്തിലേക്ക് നയിക്കപ്പെടേണ്ട ആധ്യാത്മിക ദർശനം എന്ന് തന്നെയാണ്. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അവിടുത്തെ ഇഷ്ടം നിറവേറപ്പെടണം എന്നുള്ളതാണ് ഏതൊരു ശിഷ്യഗണങ്ങളും ആംക്ഷിച്ചതും അർത്ഥവത്തായി അതിലേക്ക് നൽകിയത്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലുണ്ട്. ഇതാ നിന്റെ ദാസി, നിന്റെ വാക്ക് പോലെ ഭവിക്കട്ടെ എന്ന് പറയപ്പെടുന്ന മറിയം തീക്ഷ്ണമായ ഒരു സമർപ്പണത്തിലൂടെ അല്ലാതെ ക്രൂശിന്റെ ആധ്യാത്മികതയെ കാണാനോ അടയാളപ്പെടുത്താനോ കഴിയുന്നില്ല എന്നതാണ്. അതുകൊണ്ട് ഇതിലൂടെ കാണപ്പെടുന്ന ഈ ചിന്തകളിലൂടെയുള്ള ഏതാനും ചില ചിന്തകളൂടെ പറഞ്ഞു നിർത്തുകയാണ്. ഒന്ന്, ഈ ദൈവത്തെ പലപ്പോഴും അടയാളപ്പെടുത്തിയിരുന്നത് ഇൻഡിഫറൻസ് എന്നുള്ള വിധത്തിൽ, നിസ്സംഗതയുടെ ദൈവം എന്നുള്ള വിധത്തിൽ കണ്ടിട്ടുണ്ട്. ദൈവത്തിന്റെ ഭാവം സമ്പൂർണമായ നിർവികാരത, അപ്പത്തൈ എന്ന് പറയപ്പെടുന്ന ഒരു വാക്ക് കൊരിന്ത്യ ലേഖനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതൊരു യവന ചിന്തയാണ്. ദൈവം ഇന്ദ്രിയ അനുഭൂതികൾക്ക് അതീതനായതുകൊണ്ട് മാനുഷിക വികാരങ്ങൾക്കോ വിധേയനാവേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ദൈവത്തെ ആർക്കും സ്വാധീനിക്കാൻ കഴിയില്ല എന്നുള്ളൊരു ചിന്തയാണ് അപ്പത്തൈ എന്ന് പറയപ്പെടുന്ന ഒരു വാക്ക്. അങ്ങനെ തന്നെയാണോ പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അതുകൊണ്ട് ദൈവത്തിന് ബാധകമേ അല്ല എന്നൊരു ചിന്ത അതിലൂടെ വളർത്തിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ദൈവീകത എന്ന് പറയപ്പെടുന്നത് ഒരു സോഷ്യൽ കൺവിക്ഷനോ കമ്മിറ്റ്മെന്റോ ആവശ്യപ്പെടുന്നതല്ല എന്ന് പറയുന്നിടത്ത് ആ നിസ്സംഗഭാവം ഉണ്ട്. നിസ്സംഗത എന്ന് പറയപ്പെടുന്നത് ജ്ഞാന ലക്ഷണമായും ചില സമൂഹങ്ങൾ കണ്ടിരുന്നു. അതിനെ ചലഞ്ച് ചെയ്യുന്നതാണ് ക്രൂശിന്റെ ആത്മീയത. മറ്റൊന്ന്, വേദനിക്കുന്ന ദൈവം, പാത്തോസ് ഓഫ് ഗോഡ്. അപ്പോൾ അതും ഒരു വിധത്തിൽ പറഞ്ഞാൽ വേദനിക്കാത്ത ദൈവത്തിന്റെ നിരാകരണമാണ്. ദൈവത്തെ ഒരു പരിധിവരെ ഇമ്മ്യൂട്ടബിലിറ്റി എന്നോ ഇംപാസിബിലിറ്റി എന്നൊക്കെ വിശേഷിപ്പിക്കാറ്. മാറ്റം ദൈവത്തിനുണ്ടാവുകയില്ല. അതുകൊണ്ട് അങ്ങനത്തെ ഒരു ദൈവസങ്കല്പം, ദൈവത്തെ നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല, രഹസ്യാത്മകമാണ് എന്നൊക്കെ പറയുന്നത്. ഇതിനെയൊക്കെ ഒരു വിധത്തിൽ ഡീകൺസ്ട്രക്ട് ചെയ്യുന്നതാണ് ക്രൂശിന്റെ ആത്മീയത എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കേണം, അവരിന് വേണ്ടി ഏറ്റെടുക്കേണ്ടി വരുന്ന വേദനയിൽ പങ്കുകാരനാവേണ്ടതില്ല എന്ന പ്രലോഭനമാണ് അവിടെ. എന്നാൽ മറിച്ച് ഈ വേദനിക്കുന്ന ദൈവത്തിന് മാത്രമേ അവരുടെ വേദനയെ തൻ്റെ വേദനയായി കാണാൻ കഴിയുന്നു. വേദന ഒഴിവാക്കാനുള്ള ഒരു ആത്മീയ പരിസരമാണ് പലപ്പോഴും മതപ്രസ്ഥാനങ്ങൾ വെച്ച് നീട്ടുന്നത്. അതുകൊണ്ട് സുഖപ്രസവവും ആൺകുഞ്ഞും എന്നൊക്കെയുള്ള വിശേഷണം പണ്ട് എന്നോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് വേദന എന്ന് പറയപ്പെടുന്നതിനെ റീക്ലെയിം ചെയ്യുന്നതാണ്, ഒരു വിധത്തിൽ പറഞ്ഞ ക്രോസ് റീക്ലെയിംസ് പെയിൻ എന്നത് കാണാം. വേദന ശാപവും പാപവുമാണെന്ന ചിന്ത ക്രൂശിൽ തിരുത്തപ്പെടുകയാണ്. വേദന ദൗർബല്യമല്ല, ദൈവത്തിന്റെ സ്വഭാവമാണ്. ആണായാൽ കരയാൻ പാടില്ല എന്ന ചിന്ത പോലും ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ദൈവത്തിന്റെ സ്വഭാവം ഈ ആർദ്രതയുടെയും മനസ്സലിവിന്റെയും സ്നേഹത്തിൻ്റെതുമാണെങ്കിൽ അത് പ്രകടമാക്കുന്നതിൻ്റെ ഔന്നിത്യം തന്നെയാണ് ക്രൂശിലൂടെ കാണുന്നത്. വേദന സഹിക്കാൻ എൻ്റെ ജനത്തിൻ്റെ കഷ്ടത എന്ന് പറയപ്പെടുന്ന കണ്ടു എന്ന് പറയണമെങ്കിൽ ആ മുൾപടർപ്പിൽ കാണുന്ന അനുഭവവും അത് തന്നെയാണ്. അതുകൊണ്ട് ഈ ക്രോസ് റീക്ലെയിംസ് പെയിൻ എന്നുള്ളത് ഇവിടെ കാണും. അതുകൊണ്ട് വേദനയുടെ രാഷ്ട്രീയ വൽക്കരണമാണ് ക്രൂശ്. ക്രൂശ് റോമാ സാമ്രാജ്യം പടച്ചുവിട്ട ഏറ്റവും പീഡന ഉപകരണമായിരുന്നു എന്നും കാണും. അപ്പോൾ അതുകൊണ്ട് ഈ വേദനയുടെ ഒരു പൊളിറ്റിസൈസേഷനാണ് ഈ ക്രൂശിലൂടെ നിർവഹിക്കപ്പെടുന്നത് എന്നാണ്. ഇവിടെ ക്രൂശിത ദൈവീകത ഒരു വിധത്തിൽ ദൈവികതയുടെ പുനർവായനയായി മാറും. സാമ്രാജ്യത്വ ദൈവസങ്കല്പങ്ങളുടെ ഒരു പൊളിച്ചെഴുത്ത് എന്നുള്ള വിധത്തിൽ അതിനെ കാണുന്നു. യഥാർത്ഥവും വിമോചനാത്മകവുമായ ദൈവികതയിൽ മനുഷ്യജീവിതത്തിന്റെ ദൈന്യതകൾ ഉൾച്ചേർന്നിട്ടുണ്ട്. സൃഷ്ടിയുടെ വിലാപം, നൊമ്പരം, ക്രൂശിത ശരീരത്തിന് ഉണ്ടാകുന്ന പ്രയാസങ്ങൾ, അതൊക്കെയും ഈ
ഈ ക്രൂശിൻ്റെ ദൈവത്തിന് പുറത്തല്ല, അതിൽ പങ്കുചേരുന്ന ദൈവത്തെയാണ് ഒരു വിധത്തിൽ കാണുന്നത്. സൃഷ്ടിയുടെ കരച്ചിലിൻ്റെ മുമ്പിൽ ഉപേക്ഷിച്ചു പോവുകയല്ല, സൃഷ്ടിയുടെ തന്നെ, ഈ പരിസ്ഥിതിയുടെ തന്നെ വീണ്ടെടുപ്പാണ് ഒരു വിധത്തിൽ ക്രൂശിൻ്റെ ആധ്യാത്മികത ആവശ്യം. ചുരുക്കട്ടെ, ക്രൂശിൻ്റെ ആധ്യാത്മികത ക്രൂശിത ശരീരങ്ങളുടെ തന്നെ പ്രത്യാശയാണ്. യേശുവിനോട് ചേർന്ന് സഞ്ചരിക്കപ്പെട്ടവർ, യേശു ആദ്യം മുതൽ ഈ ദിവസങ്ങളിൽ, ഞായറാഴ്ചകളിലെല്ലാം, നമ്മുടെ പ്രഭാഷണങ്ങളിലെല്ലാം വരുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ കുഷ്ഠരോഗിയെ തൊട്ടു, ഭക്ഷണമേശ പങ്കുവച്ചു, പക്ഷവാതക്കാരൻ്റെ പാപമോചനം, ചുങ്കക്കാരുടെ കൂടെയുള്ള ചങ്ങാത്തം, അശുദ്ധിയുടെ അതിരുകളുടെ ലംഘനം, ശാപഗ്രസ്തമായ കുരിശുമരണം തന്നെ വീണ്ടെടുപ്പിൻ്റെ അനുഭവമാക്കി മാറ്റി. അതുകൊണ്ട് ഊനം ഇല്ലാത്തത് യാഗമാകണം എന്ന് പറയുമ്പോൾ ഊനമറ്റ ശരീരത്തിൻ്റെ തന്നെ യാഗമാണ് യേശു ക്രിസ്തുവിൽ കാണുന്നത്. അതുകൊണ്ട് മനുഷ്യത്വം നിരാകരിക്കപ്പെടുന്ന ഊനമറ്റ എല്ലായിടങ്ങളിലും ശരീരത്തിൻ്റെ തന്നെ വീണ്ടെടുപ്പാണ് ക്രൂശിൻ്റെ ആധ്യാത്മികത. അതിന് നമ്മളും വിധേയപ്പെടാനും ആ ആധ്യാത്മിക അനുഭവങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരവും അടിസ്ഥാനമായി സ്വീകരിക്കാനും കഴിയുമ്പോഴാണ് ഒരു പ്രത്യാശയുടെ അനുഭവത്തെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നൽകാൻ സാധിക്കും. സർവോപരി ക്രൂശിത ശരീരങ്ങളുടെ പ്രത്യാശയാണ് ക്രൂശിത ആധ്യാത്മികത. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും. താങ്ക് യു. അലക്സ് അച്ഛൻ വളരെ കൃത്യമായും വളരെ മനോഹരമായും വളരെ ആഴത്തിലും ഗത്സമനയുടെ അനുഭവങ്ങളിലൂടെ നമ്മെ കൊണ്ടുപോയി. ക്രൂശ് ഉയർത്തുന്ന ആധുനിക വെല്ലുവിളികൾ അച്ഛൻ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചു. ഞാനതിനെക്കുറിച്ച് ഇനിയും വേറൊന്നും പറയുന്നില്ല. ഈ കേട്ടതിൻ്റെ വെളിച്ചത്തിൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ചോദ്യങ്ങൾ ഉന്നയിക്കാം, അഭിപ്രായങ്ങൾ പറയാം, അച്ഛന് ഉത്തരം പറയും. അതിനെ നിങ്ങളെല്ലാം വളരെ ഹാർദവമായിട്ട് ക്ഷണിക്കുന്നു. ചോദ്യം ചോദിക്കാനുള്ളവർക്ക് ഹാൻഡ് റൈസ് ചെയ്യുകയോ സിസ്റ്റത്തിലൂടെ ഹാൻഡ് റൈസ് ചെയ്യുകയോ ചോദ്യങ്ങൾ ചോദിക്കാം. സുനിലച്ചത ക്രമീകരിക്കും. ഓക്കെ, ചോദ്യം ചോദിക്കാൻ താല്പര്യമുള്ള ആളുകൾ സിസ്റ്റത്തിലൂടെ ഹാൻഡ് റൈസ് ചെയ്താൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് പറയുകയാണെങ്കിൽ പേര് വിളിക്കുന്നതായിരിക്കും. ഇപ്പോഴ് വിൽസൺ കരിമ്പന്നൂർ ചോദിക്കാം. അച്ഛൻ വളരെ ഗഹനമായ രീതിയിൽ തന്നെ വിഷയം അവതരിപ്പിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്കൊക്കെ ചോദ്യങ്ങള് ഇല്ലാതെ പോയത് എന്ന് തോന്നുന്നു. ജനങ്ങൾക്ക് സാധാരണ ഇവിടെ ഉടനെ ചോദ്യങ്ങൾ ചോദിക്കുന്നതാണ്. എനിക്ക് ഈ ചോദിക്കാനുള്ളത് ഈ പ്രധാനമായിട്ട് അച്ഛൻ ഈ ക്രൂസിഫോൺ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ അതൊരു കഷ്ടതയുടെയും ക്രൂശ് ചുമക്കുന്ന ഒരു ജീവിതം, അവിടെ ഒരു അല്ലെ ഒരു ആനന്ദപരമായ ജീവിതത്തിനേക്കാൾ ഉപരി ഈ യേശുക്രിസ്തു അനുഭവിച്ച കഷ്ടതയും പീഡാനുഭവവും അല്ലെ ക്രൂശിന്റെ അനുഭവങ്ങളും സാധാരണ ജീവിതത്തിൽ പകർത്തുക എന്നാണോ അച്ഛൻ അച്ഛനല്ല ഈ ക്രൂസിഫോം ആത്മീയത കൊണ്ട് അർത്ഥമാക്കുന്നത് എന്നൊരു സംശയമുണ്ട്. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ പീഡനത്തിന്റെയും കഷ്ടതയുടെയും ഒക്കെ ആയിരുന്നു ഊന്നൽ കൊടുത്ത് സംസാരിച്ചത്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ആത്മീയത അവർക്കൊരു സന്തോഷിക്കുവാനുള്ള അതായത് ആ ഒരു കഷ്ടതയുടെയും പീഡനത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു മാനസിക ആനന്ദമല്ലാതെ ഭൗതികമായ ഒരു ആനന്ദത്തിലോ ജീവിതത്തിൽ ഭൗതികമായ ഒരു സന്തോഷത്തിനോ പ്രസക്തി ഇല്ല എന്ന് തോന്നുന്നു. അച്ഛനൊന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. വളരെ വളരെ ഗൗരവമായ ചോദ്യമാണ്. ഈ ചോദ്യത്തിന് നമുക്കൊരു ഒറ്റവാക്കിൽ ഒരു ഉത്തരം പറയുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ല. ഈ കഷ്ടതയെയും പീഡാനുഭവത്തെയും നമ്മളങ്ങ് ന്യായീകരിക്കുകയോ അസാധൂകരിക്കുകയോ അല്ല. എന്നാൽ യേശുക്രിസ്തുവിൽ കാണുന്ന ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് കഷ്ടതകളുടെയും നെടുവീർപ്പുകളുടെയും മധ്യത്തിൽ അത് കണ്ടില്ലാതെ പോയതല്ല, അതിനെ അഡ്രസ്സ് ചെയ്യുക തന്നെയാണ്.
അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്ന ഇടങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നം തന്നെ അത് ഏറ്റെടുക്കേണ്ടി വരുന്നു എന്നുള്ളിടത്താണ്. നമ്മൾ ഒരു സുഖലോലുപത അന്വേഷിച്ച് പോകുന്നിടത്ത് ഒരു ട്രയംഫലിസം എന്നുള്ളൊരു വാക്ക് ഞാൻ ഉപയോഗിച്ചായിരുന്നു. യേശു ക്രിസ്തുവിൽ നമ്മൾ കാണുന്ന ക്രൂശിന്റെ ആധ്യാത്മികത, അതിൻ്റെ സബ്വേർഷൻ എന്നുള്ള വിധത്തിലാണ് മർക്കോസ് രേഖപ്പെടുത്തുന്നത് എന്നാണ് പറയാൻ ശ്രമിച്ചത്. കഷ്ടതകളെയും നെടുവീർപ്പുകളെയും നമ്മൾ എന്താ പറയണ്ടേ, സാധൂകരിക്കുക എന്ന് പറയുന്നിടത്തല്ല. കർത്താവിൽ സന്തോഷം കണ്ടെത്താൻ തക്ക ഭൗതിക ആധ്യാത്മിക ഇടങ്ങളുടെ നിർമ്മിതിയാണ് ഈ ക്രൂശിന്റെ ആധ്യാത്മികത ആവശ്യപ്പെടുന്നതെന്നാണ്. വ്യക്തമാണോ? എനിക്ക് അങ്ങനെ ഒരു സംശയം ഞാൻ ചോദിക്കാൻ കാരണം, ഒരു ക്രിസ്ത്യാനിക്ക് ഈ രീതിയിൽ ജീവിക്കുവാനായിട്ട് ഇന്നത്തെ ലോകത്ത് സാധിക്കുമോ എന്നുള്ളൊരു സംശയം കൊണ്ട്. കാര്യം ഈ യേശുക്രിസ്തുവിന്റെ ഈ അനുഭവങ്ങളിൽ അച്ഛൻ പല കാര്യങ്ങള് യോനാ സ്നാപകന്റെ ലൈഫ് ഉൾപ്പെടെ പറഞ്ഞപ്പോഴ് എല്ലാം ഒന്നിലെ ഭരണകൂടങ്ങളോടുള്ള എതിർപ്പോടുകൂടി കഴിയുക. അതിനെ മീൻസ് ഹെരോദാവിന്റെ രീതികളെ എതിർത്ത ഒരു രീതിയായിരുന്നു യോനാ സ്നാപകനിൽ കൂടെ ഉണ്ടായത്. അതിന്റെ അവസാനം അതിന്റെ ഫലം യോനാ സ്നാപകൻ അനുഭവിക്കേണ്ടി വന്നു. ഈ ക്രിസ്തുവിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ, ക്രിസ്തു കഷ്ടാനുഭവത്തിലൂടെയും പീഡാനുഭവത്തിലൂടെയും ഒരു ക്രൂശിനെ വരിച്ചിട്ട് ക്രൂശിന്റെ ഒരു പുനരുത്ഥാനമുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. ആ ഒരു രീതിയിലേക്ക് മാത്രമായിട്ട് ഒരു ക്രിസ്തീയ ജീവിതം പറ്റുമോ എന്നുള്ള ഒരു സംശയമായിരുന്നു ഞാൻ പ്രധാനമായിട്ട് ഉന്നയിച്ചത്. കാരണം ഇതേ രീതിയിൽ ജീവിക്കുവാണെങ്കിൽ ഒരു ക്രിസ്ത്യാനിക്ക് ഒരു സാധാരണ ജീവിതം, കുടുംബജീവിതം പോലും ഉള്ളത് ഇതിനുള്ള യോഗ്യതയുണ്ടോ, അത് അനുഭവിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ശിഷ്യത്വത്തിലേക്കുള്ള വിളിയെല്ലാം തന്നെ ക്രൂശിലേക്കുള്ള വിളി തന്നെയാണല്ലോ. ത്യജിച്ച് ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നാണ്. അതുകൊണ്ട് സ്വയത്യാഗത്തിൻ്റെതാണ് കീനോട്ടിക് അഡ്രസ് എന്ന് പറയപ്പെടുന്നത്. നമുക്ക് എല്ലായിടത്തും ജീവിതത്തിന്റെ അർത്ഥവും പൊരുളും ഒരു വിധത്തിൽ പറഞ്ഞാൽ അതിൻ്റെ സന്തോഷം നൽകുന്നത് തന്നെ അത് ചുറ്റുപാടുകൾക്ക് പ്രകാശം പകരുന്ന ത്യാഗാത്മകമായ അനുഭവങ്ങളിൽ തന്നെയാണ്. ഒരമ്മ ഒരു കുഞ്ഞിന് നൽകുന്ന സംരക്ഷണ എന്ന് പറയുന്നത് തന്നെ ഒരു കുഞ്ഞിന് നൽകുന്ന സംരക്ഷണ എന്ന് പറയുന്നത് പോലെ എത്രയോ ത്യാഗാത്മകമാണ്. അത് ഇല്ല എങ്കിൽ അമ്മ അപ്രസക്തമാണ്. അതുകൊണ്ട് ഈ അനുഭവങ്ങളിലൂടെ മാത്രമേ, ആത്യന്തികമായും കഷ്ടതയാണ് അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കേണ്ടതെന്നല്ല, എല്ലാവർക്കും സന്തോഷകരമായ അനുഭവങ്ങളെ പ്രദാനം ചെയ്യുവാൻ ഉള്ള സംവിധാനമാണ്. അതാണ് ജീസസ് മൂവ്മെന്റും കിങ്ഡം ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം എന്ന് നമ്മൾ പറയുമല്ലോ, കിങ്ഡം ഓഫ് ഗോഡ് ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. അതുകൊണ്ട് സന്തോഷം അപ്രസക്തമല്ല. ആ സന്തോഷകരമായ ഒരു നാളെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള കമ്മിറ്റ്മെന്റ് ആണ് ക്രൂശിന്റെ ആധ്യാത്മികത. അലക്സാണ്ടർ തോമസ് അച്ഛൻ അതെ കേൾക്കാമോ? കേൾക്കാം അച്ഛാ. അതെ, പ്രിയപ്പെട്ട അലക്സാണ്ടർ വർഗീസച്ചന്റെ മനോഹരമായ ചിന്തകളാണ്. വളരെ ശാന്തമായി, സൗമ്യമായി, ഭംഗിയായി അച്ഛന് അതിനെക്കുറിച്ച് പറഞ്ഞു. എന്നാൽ നമ്മളെ ആ ക്രൂശിനെ ധ്യാനിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ക്രൂശിന്റെ ചിന്ത നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, ഈ സഭയുടെ വളർച്ചയിൽ ഒരു ചിഹ്നത്തിന്റെ ആഘോഷമായിട്ട് ക്രൂശ് തീർന്നിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പരുന്തുംപാറയിൽ നമ്മൾ കണ്ടു, അധിനിവേശത്തിനും കീഴടക്കലിനു വേണ്ടിയും അതുപോലെ തന്നെ അധീശത്വത്തിൻ്റെയും പ്രതീകമായിട്ടാണ് ഈ പരുന്തുംപാറയിൽ ഒരു വലിയ കുരിശുയർത്തിയത്. അതുപോലെ തന്നെ ചരിത്രത്തിലെ കുരിശ് യുദ്ധങ്ങൾ അത് യഥാർത്ഥത്തിൽ കീഴടക്കലിന് വേണ്ടി അല്ലെങ്കിൽ മനുഷ്യനെ കൊല്ലാൻ ഉപയോഗിച്ചതായിരിക്കുന്ന ഉപകരണമായിട്ട് മാറി. അപ്പോൾ ക്രൂശിന്റെ മഹത്തായിരിക്കുന്ന സന്ദേശം വിട്ടുകളഞ്ഞിട്ട് ഈ ക്രൂശിനെ ഒരു ചിഹ്നത്തിന്റെ ആഘോഷവും
അതുപോലെ തന്നെ അതിനെ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പരിണാമം ഈ സഭയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ന് ഈ യഥാർത്ഥത്തിൽ ഈ കുരിശൊക്കെ രൂപമായിട്ട് കൊണ്ടു നടക്കുന്നവരുടെയൊക്കെ കയ്യിൽ ഈ കുരിശിന് വല്ല അർത്ഥമുണ്ടോ? അതിന് ഞാനത് പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. എന്താ ആ ചിഹ്നം ധരിച്ചിരിക്കുന്ന ആളുകൾ ആ കുരിശിനെ ഉപയോഗിക്കുന്നതായ അവസരത്തിൽ കാണുന്നത്? അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഈ കുരിശിൻ്റെ മഹത്തായ സന്ദേശം ഈ സഭയുടെ പരിണാമത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നതായിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്നും അകന്നുപോയി. അതുകൊണ്ടാണ് പറഞ്ഞ പരുന്തുംപാറയിലെ കുരിശ്, അത് കൈയടക്ക ഭൂമി കീഴടക്കാനായിട്ട് ഒരു വലിയ കുരിശ് അവിടെ സ്ഥാപിച്ചു. ആ കുരിശ് ഉള്ളത് കൊണ്ട് അവർക്ക് ആ ഭൂമിയെ കീഴടക്കാവുന്ന ഒരു ചിന്തയുണ്ടായി. അങ്ങനെയൊക്കെയുള്ള കീഴടക്കലിന് വേണ്ടിയാണോ ഈ കുരിശ് അങ്ങനെ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തയുള്ള ആളുകൾ ഇന്ന് സഭാവിശ്വാസത്തിൽ വർദ്ധിക്കുന്നില്ലേ എന്നൊരു വലിയൊരു സംശയം എനിക്കുണ്ട്. അതുപോലെ തന്നെ ഒരു മാന്ത്രികത കുരിശിന് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതൊക്കെ ഒരു തെറ്റായിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ അച്ഛൻ്റെ ആ സന്ദേശവുമായിട്ട് ബന്ധപ്പെടുത്തി അത് പറഞ്ഞതായിരിക്കുന്ന ഒരു കാര്യമാണ്. അച്ഛന് ഈ തൈലം പൂശിയ സ്ത്രീയുടെ കാര്യമൊക്കെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ആ തൈലം പൂശൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ക്രൂശീകരണത്തിന് മുമ്പായി എന്നെ അഭിഷേകം ചെയ്തതാണ്. ചെറ്റ്മേർ അത് പറയുന്നുണ്ട്. യേശു ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ മശിഹായായിട്ട് അഭിഷേകം ചെയ്യുന്നത് ഒരു സ്ത്രീയാണ്. അതിനുശേഷം കർത്താവ് പിന്നെ ക്രൂശിൽ കൂടെ മശിഹാത്വത്തിലേക്ക് ഉയരുകയാണ്. അതൊക്കെ ഒരു വലിയ ക്രൂശിൻ്റെ ഒരു വലിയ സന്ദേശം, ലോകത്തെ വ്യത്യസ്തമാക്കുന്ന ഒരു സന്ദേശമാണ്. സോറി, ഞാൻ അച്ഛൻ്റെ ചിന്ത എന്നെ വളരെ ആകർഷിച്ചതുകൊണ്ട് ഞാനത് പറഞ്ഞതാണ്. മനോഹരമായ ചിന്തയാണ്, അതിൽ സന്തോഷം. അലക്സാണ്ടർ അച്ഛന് പ്രതികരിക്കാം. അലക്സാണ്ടറെ തോമസ് അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിൽ ഒരു വാക്ക് പറയാൻ പറ്റും. ഓക്കെ, ബെന്നി പരിമണം. അച്ഛൻ്റെ ബൈബിൾ സ്റ്റഡി ഈ പറഞ്ഞതുപോലെ വളരെ ആഴമേറിയ ചിന്തകൾ നൽകുന്നതായിരുന്നു. എന്നാൽ അച്ഛൻ ഈ തിരഞ്ഞെടുത്ത ഈ ബൈബിൾ പോർഷനെ അധികരിച്ച് ഈ ഗുരുശിഷ്യ ബന്ധം അതിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞാൽ കൊള്ളാം. കാരണം ഇവിടെ കർത്താവിന് അതൊരു കപടത നിറഞ്ഞ ഗുരുശിഷ്യ ബന്ധമായിരുന്നു. കാരണം കർത്താവ് ഇവിടെ പറയുന്നുണ്ട്, യാക്കോബിനെയും യോഹന്നാനെയും പത്രോസിനെയും ഒക്കെ കൂട്ടിക്കൊണ്ടു പോയിട്ട് അവരോട് ഭ്രമിപ്പാനും വ്യാകുലപ്പെടാനും തുടങ്ങി. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ പാർത്ത് ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. എന്നാൽ തിരിച്ചിറങ്ങി വരുമ്പോൾ ശിമോൻ അവിടെ ഉറങ്ങുന്നത് കാണുന്നുണ്ട്. അപ്പം ശിഷ്യന്മാർക്കറിയാം എത്രത്തോളം ഒരു വ്യഥയിലൂടെയാണ് തൻ്റെ ഗുരു ഇനി പോകാനായിട്ട് പോകുന്നതെന്നറിയാം. എന്നാൽ അവർ ആ ഒരു മാനസികാവസ്ഥ ഉൾക്കൊള്ളാതെ, ആ സ്ഥലത്ത് അതിനൊരു ഗൗരവമില്ലാതെ തിരിച്ചു വരുമ്പോൾ ഉറങ്ങുന്ന ശിഷ്യന്മാരെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ ഒരു പാസേജിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗുരുശിഷ്യ ബന്ധത്തിൽ എന്താണ് അവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ അതൊരു കപട ബന്ധമായിരുന്നോ, അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു. ഈ കപട ബന്ധമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഈ ശിഷ്യഗണങ്ങൾ പോലും ഇതിൻ്റെ അർത്ഥം, അതിൻ്റെ സമ്പൂർണതയിൽ തിരിച്ചറിയുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവിലൂടെയാണ്. അപ്പോൾ അതുവരെയും തങ്ങൾക്കതെല്ലാം പാഠപുസ്തകങ്ങൾ മാത്രമാണ്. അപ്പോൾ അവരോട് കൂടെ ഈ ശിഷ്യഗണത്തെ വിളിച്ചത് തന്നെ തന്നോട് കൂടെ ഇരിപ്പാൻ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ, സൗഖ്യം നൽകുവാൻ ഒക്കെയാണ്. തന്നോട് കൂടെ ഇരിക്കാൻ വേണ്ടി ഒരു കോർ ഗ്രൂപ്പിനെ പലയിടത്ത് കൊണ്ടുപോകുന്നു. ഈ മറുരൂപമലയിലും ഇവരെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. അവിടെയും അവര് പെട്ടെന്ന് കുടിൽ ഉണ്ടാക്കി അവിടെ തന്നെ താമസിച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അത് ശിഷ്യത്വത്തിന്റെ പരാജയമായിട്ട് നമ്മൾ കാണേണ്ട, ഈ അനുഭവങ്ങളിലൂടെ തന്നെയാണ് ശിഷ്യത്വം വളരുന്നതെന്നുള്ളത്. അപ്പൊ ആ വളർച്ച, അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് വീണ്ടും അവരെ തന്നെ തേടി വന്നു. അവരെ തേടി വന്നപ്പോൾ ഇവരെല്ലാം ക്രൂശിന്റെ വഴികളിലാണ് ജീവിതത്തെ നയിച്ചത്. ഈ ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടെ ഈ ശിഷ്യഗണങ്ങൾ, യൂദ എന്നെ ഒറ്റുകൊടുക്കും, പത്രോസ് തള്ളിപ്പറയും, ഇതെല്ലാം പാഷൻ, പ്രഡിക്ഷൻ എന്നുള്ള വിധത്തിൽ അവിടെ ഉണ്ട്. അതിൻ്റെ എല്ലാം ഫുൾഫിൽമെന്റും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം യേശു കാണുന്നുണ്ട്. ശിഷ്യഗണങ്ങളുടെ എല്ലാ പരിമിതികളെയും യേശു കണ്ടു. പക്ഷെ അവരെ തന്നെ ആ ശിഷ്യത്വത്തിലേക്ക് വിളിച്ചതും. അതുകൊണ്ട് അതിൽ തന്നെ ഒരു മോശപ്പെട്ട കാര്യമായിട്ട് കാണണം എന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ അതെല്ലാം മാനുഷികമായി നമ്മൾ കാണേണ്ടതാണ്. നമുക്ക് എല്ലാവർക്കും ഈ പരിമിതികളും ഈ വിളിച്ചെടുത്തെല്ലാം അത്ര തീവ്രമായ വിശ്വസ്തത പുലർത്താൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ
ഇല്ല എന്നതുമല്ലേ അതിൻ്റെ മറ്റൊരു ഭാഗം. അതുകൊണ്ട് മാനുഷികമായ എല്ലാ പരിമിതികളെയും പോരായ്മകളെയും എടുത്തു കാണിക്കുന്നത് കൂടെയാണ് ബൈബിൾ തിരുവചനം. ഓക്കെ, അടുത്തത് നമ്മുടെ ഷാജി ലൂക്കോസ്. അച്ഛാ, അച്ഛൻ ഉപയോഗിച്ച ഭാഷയും അച്ഛൻ്റെ വൊക്കാബുലറിയും പദപ്രയോഗങ്ങളും ഇത് രണ്ടും ഏറെ ആകർഷിക്കുന്നതായിരുന്നു. ഏറെ അർത്ഥവത്തായ ആ രീതിയിൽ അതിനെ അച്ഛൻ്റെ പദപ്രയോഗങ്ങൾ പ്രത്യേകിച്ചും ഏറെ സന്തോഷമുണ്ട്. ഞാൻ ഇത് കൂടുതൽ കാര്യങ്ങളൊന്നും അതേക്കുറിച്ച് പറയുവാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം എനിക്ക് അച്ഛനോട് ചോദിക്കാനുള്ളത്, നമ്മൾ വളരെ പോപ്പുലറായി, അതായത് 100-ൽ ഒരുപക്ഷെ 99 പേരും ആവർത്തിച്ച് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സെന്റൻസ് ആണ്, യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു. ഞാൻ അതിനെ ഡിനൈ ചെയ്യാനോ മറ്റൊരു അർത്ഥത്തിലോ അല്ല. ഈ ഒരു പദം നമ്മൾ ആവർത്തിച്ച് കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഈ അവതരിപ്പിച്ച ക്രൂശിന്റെ ഈ ആത്മീയതയും ഈ ഒരു സെന്റൻസും നമ്മൾ എങ്ങനെയാണ് ചേർത്ത് വയ്ക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. അച്ഛൻ എങ്ങനെയാണ് അതിനെ ചേർത്ത് വയ്ക്കാനായിട്ട് ശ്രമിക്കുന്നത്? ചേർത്ത് വെക്കുമോ ഇല്ലയോ എനിക്കറിയില്ല. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, 100-ൽ ഒരുപക്ഷെ 100 പേരും സംശയലേശമന്യെ അഫേം ചെയ്യുന്ന ഒരു സെന്റൻസ് ആയിട്ട് ഇതിനെ കാണുന്നു. അതിന്റെ അർത്ഥമില്ലായ്മയും ഒന്നും ഞാൻ സംസാരിക്കുന്നില്ല. എന്നാൽ അതെങ്ങനെ അച്ഛൻ അതിനെ നോക്കിക്കാണുന്നു എന്നൊന്ന് അറിഞ്ഞാൽ കൊള്ളും. വിശ്വാസത്തെ സബ്ജക്റ്റീവായിട്ടാണല്ലോ നമ്മൾ സമീപിക്കേണ്ടത്. അപ്പോൾ അവരവരോടുള്ള ബന്ധത്തിലാണ് അതിനെല്ലാം കാണുന്നത്. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാണത്യാഗം ചെയ്തു എന്നൊക്കെ പറയുന്നതിനകത്തൊന്നും അതിൽ തന്നെ വലിയ അപരാധമായിട്ട് കാണണ്ട. എന്നാൽ നമ്മൾ ഒരു ശരിയായ അർത്ഥതലങ്ങളിൽ നമ്മളതിനെ കാണുന്നുണ്ടോ എന്നുള്ളത് നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം. അപ്പോൾ ഊനമറ്റതാണ്. നമ്മുടെ മനുഷ്യനെല്ലാം പരിമിതി ഉണ്ടല്ലോ, മനുഷ്യത്വത്തിന്റെ വീണ്ടെടുപ്പും കൂടെയാണല്ലോ. അപ്പോൾ ഡീഹ്യൂമനൈസ് ചെയ്യപ്പെട്ട മനുഷ്യനെ ഹ്യൂമനൈസ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് വളരെയാണ്. അപ്പൊ നമ്മുടെ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു മാനവികത തന്നെ വീണ്ടെടുക്കപ്പെടുക എന്നുള്ളിടത്താണ്. അപ്പൊ എൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മനുഷ്യത്വത്തെ വീണ്ടെടുക്കുക, അതിന് എപ്പോഴും ക്രോസ് എൻ്റെ മുമ്പിൽ വളരെ ചലഞ്ചിങ് ആണ്. മറ്റാർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ, സംശയങ്ങളോ, ചർച്ച ചെയ്യാൻ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക്? ഓക്കെ, നമ്മുടെ വി. ജേക്കബ് സാറ്. അച്ഛൻ്റെ പ്രഭാഷണം വളരെ ഗഹനമായ ഒരു വിഷയമാണ്. അപ്പൊ ആ വിഷയത്തിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ ചോദിക്കാനായിട്ട് ഇച്ചിരി പ്രയാസമുള്ളൊരു സംഗതി തന്നെയാണ്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് എന്തുമാത്രം എനിക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിഞ്ഞു എന്നും പറയാൻ പ്രയാസമാണ്. പക്ഷേ ഈ യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് യേശുക്രിസ്തു ലോകത്ത് വന്ന് മനുഷ്യനായിട്ട് തന്നെ ദൈവത്തെ വെളിപ്പെടുത്തി അതിനു മുമ്പുണ്ടായിരുന്ന ഒരു ദൈവസങ്കല്പം, അത് അച്ഛൻ പറഞ്ഞു, അത് വളരെ ദൈവത്തെ പറ്റി ഒരു നിസ്സംഗത ഭാവത്തിന്റെ അല്ലെങ്കിൽ ഒരു നിർവികാരതയുടെ ദൈവമായിട്ടൊരു സങ്കല്പം, അതിനെ മാറ്റിമറിക്കുന്ന ഗത്സമനയില് കർത്താവ് ഉണ്ടായ ആ ഒരു വേദന, അതായത് ക്രൂശില് ഉണ്ടായ ശാരീരിക വേദനയേക്കാൾ അതിനെയൊക്കെ അപ്പുറമായിട്ടുള്ള ഒരു ആത്മാവിന്റെ ദൈവത്തിന്റെ ആ വേദന അവിടെ അത് അച്ഛനവിടെ വരച്ചു കാണിച്ചു. അത് ഒരു വലിയൊരു ഇതാണ്, വലിയൊരു ഒരു സന്ദേശമായിരുന്നു. അത് ഗഹനമായൊരു ചിന്തയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഈ ഉപരിപ്ലവമായ ഒരു പ്രാർത്ഥനയ്ക്ക് അപ്പുറമായിട്ട് ആ ഒരു ഗത്സമനയിലെ അതിൻ്റെ ആഴങ്ങൾ ഉൾക്കൊണ്ട് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ആരാധനകൾ മാറണം എന്നുള്ളതാണ്. ഇവിടെ പിന്നെ എനിക്ക് ഒരു ചോദ്യമുള്ളത്, അച്ഛൻ പറഞ്ഞു ഈ ചക്രവർത്തി, കറേഗുള ചക്രവർത്തി അവിടെ കഴുകന്റെ ബിംബം ദേവാലയത്തിന് മേളിൽ ഉയർത്തുന്ന കാര്യം. ഇപ്പൊ വേദപുസ്തകത്തിൽ കർത്താവ് അടുത്ത് പറയുന്നുണ്ട്,
ശവമുള്ളിടത്ത് കഴുകന്മാർ പറക്കുമെന്നൊക്കെ. അത് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്ക് പെട്ടെന്നുണ്ടായി. അച്ഛനെന്ത് പറയാം? ഈ അലക്സാണ്ട്രിയ തോമസ് അച്ഛനൊക്കെ ഉണ്ട്, അച്ഛനൊക്കെ ഒന്ന് പറയുന്നത് സഹായിക്കുന്നത് നല്ലതായിരിക്കും. ഈ ഈകള് ഒരു വിധത്തിൽ ചർച്ചിന്റെ തന്നെ ചില സിംബലിന്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. ചില പോഡിയത്തിന്റെ പുൾപിറ്റിന്റെ ഒക്കെ മുമ്പിൽ ഈ ഈഗിളിന്റെ പടമുണ്ട്. അതുപോലെ തന്നെ വേദപുസ്തകത്തിലും ഈഗിളിനെ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഈ അർത്ഥമാക്കുന്നത് ഈഗിള് കൊണ്ടുവെക്കാൻ ശ്രമിച്ചതിലൂടെ ഈ യെരുശലേം ദേവാലയത്തിന്റെ അതിന്റെ ആരാധനാ താല്പര്യങ്ങൾക്ക് വിപരീതമായി നിൽക്കുന്ന ചക്രവർത്തി ആരാധനയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായിരുന്നു. അതുകൊണ്ട് ഈ ഈഗിൾ എന്ന് പറയപ്പെടുന്ന സാമ്രാജ്യത്തെ സൂചിപ്പിക്കാനായിരുന്നു, ദൈവത്തെ സൂചിപ്പിക്കാനല്ലായിരുന്നു. അതാണ് അതിവിടെ പ്രശ്നമായത്. താങ്ക് യു അച്ഛാ. ഈ സാമ്രാജ്യത്തിന്റെ ചിഹ്നമായിട്ട് പലയിടത്തും ഈഗിളിനെ ഉപയോഗിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞത് ക്രിസ്ത്യൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഉപയോഗിക്കുന്നുണ്ട്. CSI ചർച്ചസിന്റെ ഒക്കെ പലയിടത്തും ഓഡിയത്തിൽ ഈഗിളുണ്ട്. സങ്കീർത്തനകാരൻ പറയുന്നുണ്ട്, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, കഴുകനെ പോലെ ചിറകടിച്ചുയരും എന്നൊക്കെയുള്ള സൈനും സിമ്പിൾസും ഉണ്ട്. പക്ഷെ ഇവിടെ ചക്രവർത്തി ആണ് അവരോധിക്കപ്പെടുന്നതെന്നുള്ളതാണ്. ചക്രവർത്തിയല്ല, ദൈവമാണ്. ആ ദൈവത്തെയാണ് ആരാധിക്കേണ്ടതെന്നാണ് ഫരിസൈക് മൂവ്മെന്റ് ശക്തീകരിക്കുന്നത്. മറ്റാർക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെങ്കിൽ നന്ദി പ്രകാശിപ്പിക്കുന്നുള്ള അവസരമാണ്. അതിനുശേഷം എനിക്കൊന്ന് KM ജോൺസൺ അച്ഛൻ ക്ലോസിംഗ് പ്രെയർ നടത്തണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. രാജു അഞ്ചേരി അച്ഛൻ ആശീർവാദവും പറയും. ബെന്നി തോമസ് പരിമണം ഇപ്പോൾ നന്ദി പ്രകാശിപ്പിക്കുന്നതാണ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബോധനയുടെ ഈ 6ാമത്തെ ബൈബിൾ സ്റ്റഡിയിൽ ഇന്ന് നമുക്ക് ബൈബിൾ സ്റ്റഡി എടുത്ത ബഹുമാനപ്പെട്ട അലക്സാണ്ടർ വർഗീസ് അച്ഛൻ, ഇന്ന് മോഡറേറ്റർ ആയിട്ടിരുന്ന ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛൻ, ബഹുമാനപ്പെട്ട D സുനിലച്ചൻ, ബഹുമാനപ്പെട്ട വൈദികരെ, ബോധനയുടെ ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡിയിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒത്തുചേർന്ന പ്രിയപ്പെട്ട ഏവരുമേ, വളരെ മനോഹരമായ ഒരു ബൈബിൾ സ്റ്റഡിക്കാണ് ഇന്ന് നമുക്ക് കേൾക്കുവാനായിട്ട് ഇടയായത്. പ്രത്യേകിച്ച് ഈ വലിയ നോയമ്പിൻ്റെ ഈ നാളുകളിൽ ക്രൂശിൻ്റെ ആത്മീയത, ക്രൂസിഫോം സ്പിരിച്വാലിറ്റി എന്ന വിഷയത്തെ ആസ്പദമാക്കി ബഹുമാനപ്പെട്ട അലക്സാണ്ടർ വർഗീസ് അച്ഛൻ വളരെ മനോഹരവും അതുപോലെ തന്നെ ആഴമേറിയ ചിന്തകളാണ് മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 32 മുതൽ 42 വരെയുള്ള വേദഭാഗങ്ങളെ അടിസ്ഥാനമാക്കി ഇന്ന് നമ്മളോട് സംസാരിച്ചത്. ഗത്സമന എന്ന അനുഭവം, അതിൻ്റെ ആധ്യാത്മിക ദർശനം, അത് വളരെ മനോഹരമായി വരച്ചു കാട്ടുകയും അതിൻ്റെ ആഴമായ ചിന്തകളിലേക്കും നമ്മെ ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ വേദ പഠനത്തിലൂടെ കൊണ്ടുപോയി. യേശുവിനോട് ചേർന്ന് നടക്കുക എന്നതാണ് ക്രൂശിൻ്റെ യഥാർത്ഥ ആത്മീയത എന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയുണ്ടായല്ലോ. പ്രത്യേകിച്ച് ഈ നോമ്പ് നാളുകളിൽ കർത്താവിൻ്റെ ക്രൂശിനെ നാം ആഴമായി ധ്യാനിക്കുന്ന ഈ വേളയിൽ ഒന്നുകൂടി ആ ബന്ധം നമുക്ക് ഊട്ടിയുറപ്പിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ബൈബിൾ സ്റ്റഡിയുടെ ഇടയായി എന്നതെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ താല്പര്യത്തോടു കൂടി ഇതിൻ്റെ ആദ്യ അവസാനം കേട്ടിരിക്കുവാനായിട്ട് നമുക്ക് ഇടയായല്ലോ. ബഹുമാനപ്പെട്ട അച്ഛൻ പ്രത്യേകിച്ച് ഈ നോയമ്പിൻ്റെ നാളുകളിൽ നമുക്ക് വേണ്ടി ഇത്രയും സമയം വേർതിരിച്ച് ഇന്ന് ഈ സന്ധ്യയെങ്കിൽ നമ്മളോടൊപ്പം ആയിരിക്കുകയും അതിഗഹനമായ വിഷയം വളരെ സരളമായ രീതിയിൽ നമ്മളോട് പറഞ്ഞു തന്നതിലും ബോധനയുടെ പേരിലുള്ള നന്ദി ബഹുമാനപ്പെട്ട അച്ഛനോട് ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്ക് മോഡറേറ്റർ ആയിരുന്ന ബഹുമാനപ്പെട്ട രാജു അഞ്ചേരി അച്ഛനാണ്. രാജു അഞ്ചേരി അച്ഛൻ ഇപ്രകാരമുള്ള എല്ലാ സെഷനുകളിലും വേണ്ടുന്ന നേതൃത്വം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ മാർത്തോമാ സഭയിലെ ഒരു സീനിയർ പട്ടാക്കാരിൽ പ്രധാനിയാണ്. വളരെ സജീവമായി തന്നെ അച്ഛൻ സോഷ്യൽ മീഡിയ കൂടെയൊക്കെയും ദൈവരാജ്യ പ്രവർത്തനത്തിൽ ഭാഗവാക്കാകുന്നു. അച്ഛൻ്റെ വിലയേറിയമായിട്ടുള്ള അനുഭവം നമ്മുടെ ഇപ്രകാരമുള്ള മീറ്റിങ്ങുകൾക്കൊക്കെയും വളരെയധികം പ്രയോജനം നൽകുന്നതാണ്. ഇന്ന് മോഡറേറ്റർ ആയിട്ടിരിക്കുവാൻ അച്ഛൻ കാണിച്ച നല്ല മനസ്സിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ മനോഹരമായി ഈ മീറ്റിംഗ് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് അച്ഛൻ്റെ ഇടപെടലുകളൊക്കെയും സാധ്യമായി. ബഹുമാനപ്പെട്ട അച്ഛനോട് ബോധനയുടെ പേരിലുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളട്ടെ. നമുക്ക് പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് ശ്രീ ജോൺ മാത്യു ആണ്, ഷിബു ആണ്. ഷിബുവിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ സമാപന പ്രാർത്ഥനയ്ക്ക് ബഹുമാനപ്പെട്ട KM ജോൺസൺ അച്ഛൻ നേതൃത്വം നൽകും. അച്ഛനോടുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഈ ബൈബിൾ സ്റ്റഡിക്ക് ശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചവർ, അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്തവർ,
അവരൊക്കെയും ഈ ബോധനയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങലാണ്. പ്രിയപ്പെട്ട ഏവരോടുമുള്ള നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ ഈ നോമ്പ് നാളുകളിൽ വളരെ താല്പര്യത്തോടു കൂടി ഈ ബൈബിൾ സ്റ്റഡിയുടെ ഭാഗവാക്കായി ഈ സൂം മീറ്റിംഗിൽ പങ്കെടുത്ത ഏവരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് ഈ സൂം മീറ്റിംഗ് ഒരുക്കി തന്ന ഷാജി ലൂക്കോസ് ആണ്. പ്രിയപ്പെട്ട ഷാജി സാറിനുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. അപ്രകാരം ഈ ബോധനയുടെ ഈ പ്ലാറ്റ്ഫോമിനെ വളരെ സജീവമായി മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ പങ്കുവഹിക്കുന്ന ഏവരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമുക്ക് അടുത്ത ബൈബിൾ സ്റ്റഡിയിൽ പുതിയൊരു വിഷയമായി കണ്ടെത്താം. അതുവരെയും ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട അലക്സാണ്ടർ വർഗീസ് അച്ഛനോടും അതുപോലെ തന്നെ പ്രിയപ്പെട്ട രാജു അഞ്ചേരി അച്ഛനോടും ഏവരോടുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ സെഷന്റെ യൂട്യൂബ് ലിങ്ക് വളരെ വേഗത്തിൽ തന്നെ ബോധനയുടെ ഗ്രൂപ്പിലും മറ്റു ഗ്രൂപ്പുകളിലും ഒക്കെ പോസ്റ്റ് ചെയ്യുന്നതാണ്. നമുക്ക് വിഷയം കുറച്ചും കൂടെ കൂടുതൽ വീണ്ടും പലതവണ കേൾക്കുന്നതിനും പഠിക്കുന്നതിനുള്ള അവസരമായിട്ട് അത് മാറും. ഈ വിഷയം കൂടുതൽ പഠിക്കുന്നതിനുള്ള അവസരം അങ്ങനെ വിനിയോഗിക്കുകയും ചെയ്യാം. ഇപ്പൊ കെ എം ജോൺസൺ അച്ഛൻ പ്രാർത്ഥിക്കും, രാജു അഞ്ചേരി അച്ഛൻ ആശീർവാദം പറയും. പ്രാർത്ഥിക്കും. സ്നേഹനിധിയായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ശാന്തമായ രാത്രിക്കായി പിതാവേ സ്തോത്രം. അനുഗ്രഹീതമായ നോമ്പ് കാലഘട്ടത്തിലൂടെ കടന്നു പോകുവാൻ ഈ ദിവസങ്ങളിൽ കുരിശിന്റെ സന്ദേശവും കുരിശിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തിയതായ രക്ഷാകര അനുഭവങ്ങളെയൊക്കെ ധ്യാനിക്കുവാൻ നീരുന്ന അവസരങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. പ്രിയപിതാവേ, വിശേഷാൽ നിങ്ങളെ കേൾപ്പിച്ച നല്ല ചിന്തകൾക്കാണ് നിങ്ങൾ നിന്നെ സ്തുതിക്കും. മാനവജാതിയുടെ വീണ്ടെടുപ്പിനായി ഈ ലോകത്തിലേക്ക് വന്ന് സഹനം ഏറ്റെടുത്ത് മനുഷ്യനെ വീണ്ടെടുത്ത അവിടുത്തെ സ്നേഹത്തിനായി നന്ദിയോട് സ്തോത്രം. കുരിശിൽ അവിടുന്ന് ഏറ്റെടുത്ത വേദന മനുഷ്യൻ നഷ്ടപ്പെട്ടു പോകുന്നതിൻ്റെ വേദനയുടെ റിഫ്ലക്ഷനായി നിങ്ങളെ കേൾപ്പിച്ചല്ലോ. ദൈവമേ, ഈ ദിവസങ്ങളിലെ ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ ധ്യാനങ്ങളും വേദോത്സവ വായനയെല്ലാം കുരിശിലെ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കുവാൻ, നിന്നോട് പറ്റിച്ചേർന്ന് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കും. ഞങ്ങൾ ക്ലാസ് എടുത്ത തോമസിനായ സ്തോത്രം, മോഡറേറ്റ് ചെയ്ത രാജു അഞ്ചേരി അച്ഛനായ സ്തോത്രം, ദൂരത്തും ചാരത്തുമായി ഇത് ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കാട് സ്തോത്രം. പ്രിയപിതാവേ, ഞങ്ങളുടെ കൂടിവരവും ഞങ്ങളുടെ കൂട്ടായ്മയും സ്വർഗം സന്തോഷിപ്പാൻ, തിരുനാം മോഹത്തപ്പെടുവാൻ സഹായിക്കണം. രാത്രിയിൽ സുഖമാനിദ്രയും വിശ്രമത്തിലിടണമേ. ഈ ദിവസങ്ങൾ നിന്റെ കൃപ കൊണ്ട് പൊതിയണമേ. യേശുവിന്റെ ധന്യമുള്ള നാഥ അപേക്ഷിക്കുന്നു. കൃപകൾ കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റുഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ കൂടെയും നാം കേട്ട തിരുവചന ചിന്തകളോടുകൂടെയും ഇന്ന് വരെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.